ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമദിതിദീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ. സോലംകൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ.
പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. നാല് ദിവസത്തെ ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുന്നു. ഒരു ദിവസം ഹരിപ്പാടായിരുന്നു, പിന്നെ 4 ദിവസം ചെന്നൈ. പോയ കാര്യങ്ങളൊക്കെ സക്സസ്ഫുൾ. പിന്നെ അഡീഷണലായിട്ട് കുറച്ച് ക്ഷേത്ര ദർശനങ്ങളും നടന്നു. വളരെ സന്തോഷം. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. നാരായണ. ഭാഗവത ജ്ഞാനഗംഗ നമ്മൾ 24-ാം അധ്യായം കഴിഞ്ഞു. ദശമസ്കന്ധത്തിൽ 24 ഗോവർദ്ധന പൂജ എന്നുള്ള ഭാഗമാണ് കഴിഞ്ഞത്. ഇന്ദ്രയാഗം ഭഗവാൻ മുടക്കി അതിനുവേണ്ടി സംഭരിച്ച സംഭാരങ്ങളെ കൊണ്ട് ഗോവർദ്ധന പൂജയും ഗോപൂജയും ബ്രാഹ്മണ പൂജയും ചെയ്യാനായിട്ട് ഭഗവാൻ നിർദ്ദേശിച്ചത് പ്രകാരം നന്ദനും ഗോപന്മാരും കൂടി ചേർന്ന് ആ ഗോവർദ്ധന പൂജ ഭംഗിയായി നടത്തിയതും ഭഗവാൻ തന്നെ സ്വയം ഒരു ദേവതാരൂപത്തിൽ ഗോവർദ്ധനം എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിച്ച നിവേദ്യങ്ങളെല്ലാം നേരിൽ നിന്ന് വാങ്ങി ഭുജിക്കുകയും അനുഗ്രഹിക്കുകയൊക്കെ ചെയ്തതായിട്ടുള്ള കഥയൊക്കെ നമ്മൾ വിസ്തരിച്ച് കണ്ടു. അപ്പം അതിനെ തുടർന്ന് ഇന്ദ്രൻ അഹങ്കാരം കൊണ്ട് ഇതാരാണ് എന്ന് ഓർക്കാൻ സാധിക്കാതെ ഭൂമിയിൽ ഗോപാലബാലനായി ഈ ലീലയാടുന്നത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്, നാരായണൻ തന്നെയാണ്, തൻ്റെ എല്ലാം സ്വാമിയാണ്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് താൻ ഈ സ്ഥാനത്തിരിക്കുന്നത്. തനിക്ക് ചില അധികാരങ്ങളും ചില മുൻഗണനകളുമൊക്കെ ഈ ലോകത്തിൽ കിട്ടിയിട്ടുള്ളത്. ഇതെല്ലാം മറന്നുകൊണ്ട് തൻ്റെ ആ സ്ഥാന പ്രാപ്തിയിലുള്ളതായിട്ടുള്ള അഹങ്കാരം, മതം, ഐശ്വര്യമതം കൊണ്ട് ഗോപന്മാരെ, ഗോകുലത്തെ നശിപ്പിക്കാനായിക്കൊണ്ട് അദ്ദേഹം സംഹാര ഭാവം പ്രാപിച്ച് പ്രളയകാല മേഘങ്ങളെയെല്ലാം ആ ഗോകുലത്തിൽ പെയ്യിക്കുന്നതായിട്ടുള്ള സമയത്ത് ഗോകുലം എല്ലാവരും പേടിച്ച് വിറച്ച് ഭഗവാനെ ശരണം പ്രാപിക്കുന്നതും ആ ഭഗവാൻ എല്ലാവരോടും ഗോവർദ്ധന പർവ്വതത്തിനോട് ചെന്ന് അഭയം ചോദിക്കാനായി പ്രാർത്ഥിക്കാൻ പറയുന്നതും പിന്നീട് വാസ്തവത്തിൽ ഭഗവാൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് എങ്കിലും ഗോവർദ്ധന പർവ്വതത്തെ നിമിത്തമാക്കിക്കൊണ്ട് ഭഗവാൻ ഇവരെ രക്ഷിക്കുന്നതുമായിട്ടുള്ള കഥയാണ് ഗോവർദ്ധനോദ്ധാരണം. കഥയെല്ലാം നമുക്കെല്ലാവർക്കും അറിയാം. എങ്കിലും അതിൻ്റെ വിശദമായിട്ട് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമുക്ക് പഠിക്കാൻ, നമുക്ക് വായിക്കാം. പലരും പറഞ്ഞ് പല കഥകളും നമ്മൾ പലതായി കേട്ടിട്ടുണ്ട്. അതിലേതാണ് പ്രാമാണികം എന്നറിയാൻ വിഷമമാണ്. മൂലം, പ്രമാണമായിരിക്കുന്ന മൂലം നമ്മൾ പഠിച്ചില്ലെങ്കിൽ
അല്ലേ? മൂലഗ്രന്ഥം നേരിട്ട് സംസ്കൃതത്തിൽ പഠിച്ച് വാക്കുകൾ ഓരോന്നിൻ്റെയും അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്കും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനാവില്ല. ഓരോ ആചാര്യന്മാരും അവരവർക്ക് തോന്നിയതുപോലെ കഥകളെ വളച്ചൊടിക്കുകയൊക്കെ ചെയ്താൽ നമുക്കതിൽ തള്ളേണ്ടത് തള്ളാനുള്ള വിവേചന ബുദ്ധി ഉണ്ടായിരിക്കും. എടുക്കേണ്ടത് മാത്രമേ എടുക്കേണ്ടതുള്ളൂ, തള്ളേണ്ടതൊക്കെ തള്ളിക്കളയാം. ഓരോരുത്തരും അവരവർക്ക് വായിക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ് ചിലരൊക്കെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ആചാര്യ പദവിയിലിരുന്നു കൊണ്ട് എന്തും പറയാം എന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പറയുന്ന വിഡ്ഢിത്തരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തള്ളിക്കളയാം, നല്ലതൊക്കെ ഉണ്ടെങ്കിൽ സ്വീകരിക്കാം. ഭാഗവതത്തിൻ്റെ ആ ഒരു മുഖ്യധാരയുമായി ഇണങ്ങിപ്പോകുന്ന രീതിയിൽ ഓരോ ആചാര്യന്മാർക്കും അതിനെ കുറച്ചുകൂടി അവരവരുടെ മനോധർമ്മം അനുസരിച്ച് അതിൽ അലങ്കാരങ്ങളൊക്കെ ചാർത്താം, കുറച്ചൊക്കെ വിസ്തരിക്കാം. പക്ഷെ അത് ഭാഗവതത്തിന് വിരുദ്ധം ആവരുത്, അല്ലേ? അപ്പോൾ അത് വിരുദ്ധമാണോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് ഭാഗവതത്തിൻ്റെ ആ മുഖ്യധാര സന്ദേശം എന്താണെന്ന് നമ്മൾ ഉൾക്കൊള്ളണം. അതിനാണ് നമ്മൾ ഇത്രയും വിശദമായി ഭാഗവതം പഠിക്കുന്നത്. ഇനി നമ്മൾ പഠിച്ച ശേഷം മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്, വേണമെങ്കിലാവാം, ഓരോരുത്തരുടെയും ശക്തിക്കനുസരിച്ച്, കഴിവിനനുസരിച്ച്. നാരായണ. നമുക്ക് 25-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. ദശമസ്കന്ധം 25-ാം അധ്യായം വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ പഞ്ചവിംശതിതമോऽധ്യായഃ. ശ്രീശുക ഉവാച. ഇന്ദ്രസ്തദാത്മനഃ പൂജാം വിജ്ഞായ വിഹതാം നൃപ ഗോപേഭ്യഃ കൃഷ്ണനാഥേഭ്യോ നന്ദാദിഭ്യശ്ചുകോപസഃ. ഗണം സാംവർത്തകം നാമ മേഘാനാം ചാന്ദകാരിണാം. ഇന്ദ്രഃ പ്രാചോദയത് ക്രുദ്ധോ വാക്യം ചാഹേഷമാന്യുത. അഹോ ശ്രീമദമാഹാത്മ്യം ഗോപാനാം കാനനൗകസാം. കൃഷ്ണം മർത്യമുപാശ്രിത്യ യേ ചക്രുർദേവഹേളനം. യഥാ ദൃഢൈ കർമ്മമയൈ ക്രതുഭിർനാമ നൗനിഭൈഃ. വിദ്യാം അന്വീക്ഷികീം ഹിത്വാ തിതീർഷന്തി ഭവാർണവം. വാചാലം ബാലിശം സ്തബ്ധം അജ്ഞം പണ്ഡിതമാനിനം. കൃഷ്ണം മർത്യമുപാശ്രിത്യ ഗോപാമേ ചക്രുരപ്രിയം. യേഷാം ശ്രിയാവലിപ്താനാം കൃഷ്ണേനാദ്മായിതാത്മനാം. ദുനുത ശ്രീമദസ്തംഭം പശൂന്മയത സംക്ഷയം. അഹം ചൈരാവതം നാഗമാരുഹ്യാനുവ്രജേ വ്രജം. മരുഗണൈർമഹാവീര്യൈർനന്ദഗോഷ്ഠജിഗാംസയാ. ശ്രീശുക ഉവാച. ഇത്തം മഗവദാജ്ഞപ്താ മേഘാ നിർമുക്തബന്ധനാഃ. നന്ദഗോകുലമാസാരൈഃ പീഡയാമാസുരോജസാം. വിദ്യോതമാനാ വിദ്യുദ്ഭിഃ സ്തനന്ദഃ സ്തനയിത്നുഭിഃ. തീവ്രൈർമരുദ്ഗണൈർനുന്നാ വവൃഷുർജലശർക്കരാഃ. സ്ഥൂണാ സ്ഥൂലാ വർഷധാരാമുഞ്ജൽ സ്വഭ്രേഷ്വഭീക്ഷ്ണശഃ. ജലൗഘൈഃ പ്ലാവ്യമാനാ ഭൂഃ നാദൃശ്യത നതോന്നതം. അത്യാസാരാതിവാതേന പശവോ ജാതവേപനാഃ. ഗോപാ ഗോപ്യശ്ച സീതാർത്താ ഗോവിന്ദം ശരണം യയുഃ. ശിരസ്സുതാംശ്ച കായേന പ്രച്ഛാദ്യാസാരപീഡിതാഃ. വേപമാനാ ഭഗവതഃ പാദമൂലമുപായയുഃ. കൃഷ്ണ കൃഷ്ണ മഹാഭാഗ ത്വന്നാദം ഗോകുലം പ്രഭോ. ത്രാതുമർഹസി ദേവാന്നഃ കുപിതാദ്ഭക്തവത്സല. ശിലാവർഷനിപാതേന ഹന്യമാനമചേതനം. നിരീക്ഷ്യ ഭഗവാൻ മേനേ കുപിതേന്ദ്രകൃതം ഹരിഃ. അപർത്യൽബണം വർഷമതിവാതം ശിലാമയം. സ്വയാഗേ വിഹതേ അസ്മാഭിഃ ഇന്ദ്രോ നാശായ വർഷതി. തത്ര പ്രതിവിധിം സമ്യഗാത്മയോഗേന സാധയേ.
ലോകേശമാനിനാം മൗഢ്യാത് ഹരിഷ്യേ ശ്രീമദം തമഃ നഹി സദ്ഭാവയുക്താനാം സുരാണാമീശ വിസ്മയഃ മത്തോ അസതാം മാനഭംഗഃ പ്രശമായോപകൽപതേ തസ്മാന്മച്ചരണം ഗോഷ്ഠം മന്നാഥം മത്പരിഗ്രഹം ഗോപായേ സ്വാത്മയോഗേന സോയം മേ വ്രത ആഹിതഃ ഇത്യുക്ത്വൈകേന ഹസ്തേന കൃത്വാ ഗോവർദ്ധനാചലം ദധാരലീലയാ കൃഷ്ണഃ ഛത്രാകമിവ ബാലകഃ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അദാഹ ഭഗവാൻ ഗോപാൻ ഹേംബ താത വ്രജൗകസഃ യഥോപജോഷം വിശദാ ഗിരികർത്തം സഗോധനാഃ നത്രാസൈഹവഃ കാര്യോ മധ്ഹസ്താദ്രിനിപാതനെ വാദവർഷഭയേനാലം തത്രാണം വിഹിതം ഹിവഃ തദാ നിർവിവിശുർഗർത്തം കൃഷ്ണാശ്വാസിതമാനസാഃ യഥാവകാശം സദനാഃ സവ്രജാസോപജീവിനഃ ക്ഷുത്രിഡ്വ്യധാം സുഖാപേക്ഷാം ഹിത്വാ തൈർവ്രജവാസിഭിः വീക്ഷ്യമാണോ ദദൗ അദ്രിം സപ്താഹം നാചലത്പദാത് കൃഷ്ണയോഗാനുഭാവം തം നിശാമ്യേന്ദ്രോതിവിസ്മിതഃ നിസ്തംഭോ ഭ്രഷ്ടസങ്കൽപഃ സ്വാൻമേഘാൻ സന്യവാരയത് ഖം വ്യഭ്രം ഉദിതാദിത്യം വാതവർഷം ച ദാരുണം നിശാമ്യോപരതം ഗോപാൻ ഗോവർദ്ധനധരോബ്രവീത് നിർയാത ത്യജതത്രാസം ഗോപാ സസ്ത്രീധനാർഭകാഃ ഉപാരതം വാതവർഷം വ്യുതപ്രായാശ്ച നിമ്നഗാഃ തതസ്തേ നിർയയുർഗോപാഃ സ്വം സ്വമാദായ ഗോധനം ശകടോഢോപകരണം സ്ത്രീബാലസ്ഥവിരാശനൈഃ. ഭഗവാനപി തം ശൈലം സ്വസ്ഥാനേ പൂർവവത് പ്രഭുഃ പശ്യതാം സർവഭൂതാനാം സ്ഥാപയാമാസ ലീലയാ തം പ്രേമവേഗാന്നിഭൃതാ വ്രജൗകസോ യഥാ സമീയുഃ പരിരംഭണാദിഭിഃ ഗോപ്യശ്ച സസ്നേഹമപൂജയന്മുദാ ദദ്യക്ഷതാഭ്യർയുയുജുഃ സദാശിഷഃ യശോദാരോഹിണീ നന്ദോ രാമശ്ച ബലിനാംബരഃ കൃഷ്ണമാലിംഗ്യയുജുഃ ആശിഷസ്നേഹകാതരാः ദിവി ദേവഗണാः സാധ്യാ സിദ്ധഗന്ധർവചാരണാः തുഷ്ടുർമുമുജുസ്തുഷ്ടാः പുഷ്പവർഷാണി പാർത്ഥിവ ശംഖദുന്ദുഭയോ നേതുഃ ദിവി ദേവപ്രണോദിതാः ജഗുർഗന്ധർവപതയഃ തുംബുരുപ്രമുഖാ നൃപ തതോനുരക്തൈഃ പശുഭൈഃ പരിശ്രിതോ രാജൻ സഗോഷ്ഠം സബലോ വ്രജധ്വരിഃ തദാ വിധാന്യസ്യ കൃതാനി ഗോപികാ ഗായന്ത്യ ഈയുർമുദിതാ ഹൃദി സ്പൃശഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ പഞ്ചവിംശതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരേ നാരായണ നാരായണ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം സുസ്വാഗതം. നാരായണ നാരായണ.
നമ്മൾ ഇന്ദ്രയാഗഭംഗം, ഗോവർദ്ധന പൂജ, ഇതാണ് കഴിഞ്ഞ അധ്യായത്തിൽ വിശദമായിട്ട് കണ്ടത്. അതിലേക്ക് ഇനിയും പോകേണ്ട ആവശ്യമില്ല അല്ലേ? നിങ്ങൾക്ക് ഇനിയും എത്ര പ്രാവശ്യമാണെങ്കിൽ ഇത് തന്നെ മുമ്പിലത്തെ റെക്കോർഡായിട്ട് കിടക്കുന്നത് ആവർത്തിച്ച് കേൾക്കാം, മതിയാവോളം കേൾക്കാം. നമുക്ക് പുതിയ അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ അധ്യായത്തിൻ്റെ ഒരു തുടർച്ച തന്നെയാണ്. ഇന്ദ്രയാഗഭംഗം വന്നപ്പോൾ ഐശ്വര്യമതം കൊണ്ട് മത്തനായ ഇന്ദ്രൻ ഗോപന്മാരെയും ഗോകുലത്തെയും നശിപ്പിക്കാൻ ഒരുമ്പെടുന്നതും കൃഷ്ണനെ അവഹേളിക്കുന്നതുമായിട്ടുള്ള ആ സന്ദർഭമാണ് ആദ്യ ഭാഗം. അത് കഴിഞ്ഞ് ഗോപന്മാരും മറ്റുമൊക്കെ ഭയപ്പെട്ടുകൊണ്ട് ഭഗവാനെ ശരണം പ്രാപിക്കുന്നതും, ഭഗവാൻ ഇത് ഇന്ദ്രൻ്റെ അഹങ്കാരം കൊണ്ടുള്ള പ്രവൃത്തിയാണ്, അവൻ്റെ അഹങ്കാരം തീർച്ചയായിട്ടും അവൻ അഹങ്കാരം ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ തെളിയിച്ചു അല്ലേ? ഭഗവാൻ സർവജ്ഞനാണ്, സർവ അന്തര്യാമിയാണ്. ഇന്ദ്രൻ്റെ ഉള്ളിലുള്ള അഹങ്കാരം ഭഗവാൻ നേരത്തെ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ ഇവൻ്റെ മതം ഒന്ന് ശമിപ്പിക്കണമെന്ന് തീരുമാനിച്ചത്. ഇന്ദ്രന് മതമുണ്ട് എന്നുള്ള കാര്യം ലോകരൊക്കെ അറിയുകയും ചെയ്തു. ഭഗവാന്റെ ഉള്ളിൽ മാത്രമല്ല, ലോകരെ മുഴുവൻ ഇന്ദ്രൻ തെളിയിച്ചു താൻ മഹാ അഹങ്കാരിയാണ് എന്ന്. അപ്പോൾ പിന്നെ ഭഗവാൻ ഇന്ദ്രയാഗം മുടക്കിയതിൽ ആർക്കെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ ഭഗവാനെ? എന്താ ഭഗവാനെ ഈ ചെയ്തത്? പാരമ്പര്യമായി നടന്നു വരുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ അങ്ങ് തന്നെ എന്താ പറയുക, അതിനെ മുടക്കി അധർമ്മം പോലെ പ്രവർത്തിച്ചാലോ എന്നൊക്കെ ആരെങ്കിലും ചോദിക്കാൻ തീരെ വിവരമില്ലാത്തവർക്കേ സാധിക്കുള്ളൂ. ഒട്ടും ചിന്തിക്കാനുള്ള ശേഷിയില്ലാത്ത മന്ദബുദ്ധികൾക്കേ സാധിക്കുള്ളൂ. അല്ല, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇഷ്ടം പോലെ ചോദിക്കുന്നുണ്ടല്ലോ അല്ലേ? ഭഗവാൻ ഈ എന്തുദ്ദേശിച്ച് എന്ത് ചെയ്തു? ഭഗവാന്റെ സർവജ്ഞത എന്താണ്? ഒന്നും അറിയാത്ത ആളുകളാണ് ഭഗവാൻ ചെയ്ത കാര്യങ്ങളിൽ കുറ്റവും കുറവും കണ്ടുപിടിച്ച് ഭഗവാനെ വിമർശിക്കുന്നത്. അതിപ്പോൾ ഭഗവത് ഭക്തന്മാരായിട്ടുള്ള സജ്ജനങ്ങൾക്ക് പോലും കാര്യങ്ങൾ വ്യക്തമായി ഗ്രഹിക്കാൻ കഴിയാത്തത് കൊണ്ട് ഭഗവാനെ ആരെങ്കിലും ഇങ്ങനെ ഇത് ശരിയല്ല എന്ന് ആരെങ്കിലും ഒരാൾ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ചേരാനും പലരും മടിക്കില്ല. ശരിയാണ് കേട്ടോ, എനിക്കും അങ്ങനെയാ തോന്നുന്നത് എന്ന് അല്പജ്ഞന്മാരായിട്ടുള്ള പല സാത്വികന്മാരും കരുതും. അതിന് നമ്മൾ ഒരേ ഒരു പൊമ്പഴിയുള്ളൂ, ഭഗവാനെ ശരിക്കും അറിയുക, ഭഗവാന്റെ ആ ഒരു സർവജ്ഞത അത് അറിഞ്ഞ് അംഗീകരിക്കുക. അപ്പൊ പിന്നെ നമുക്ക് ഭഗവാനെ തിരുത്താനുള്ള അറിവുണ്ടോ എന്ന് സ്വയം ചിന്തിക്കുക. സർവജ്ഞനായ ഭഗവാൻ എവിടെ കിടക്കുന്നു? അല്പജ്ഞന്മാരായിട്ടുള്ള നമ്മൾ എവിടെ കിടക്കുന്നു? അല്പജ്ഞന്മാരായിട്ടുള്ള നമ്മളാണോ സർവജ്ഞനായ ഭഗവാൻ ചെയ്ത ഓരോ കർമ്മങ്ങളുടെയും ശരിയും തെറ്റും വിമർശിച്ച് തെറ്റാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കാൻ നമ്മൾ ആരാ? നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ് നമ്മളും ആരോ ആണെന്ന്. ഈ ഇന്ദ്രന്റെ മതം പോലെ തന്നെ നമുക്കുണ്ട് അല്പം പാണ്ഡിത്യ മതമൊക്കെ. നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലുണ്ട് അല്പം. ഞാനും കുറേയൊക്കെ വായിച്ചിട്ടുണ്ട്, ഞാൻ ഇന്ന ഡിഗ്രിയൊക്കെ എടുത്തിട്ടുണ്ട്, ഞാൻ ഇന്ന എന്താ പറയുക പ്രവൃത്തികളൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ ആരാ മോൻ എന്ന് പലരുടെ ഉള്ളിലും തോന്നലുണ്ട്. അതുകൊണ്ടാണ് രാമനെയും കൃഷ്ണനെയൊക്കെ വിമർശിക്കുന്നത്. അത് അവരുടെ മൗഢ്യം അവർ പ്രകടിപ്പിക്കുകയാണ് എന്നുള്ളത് കൂടുതൽ അറിയുമ്പോൾ മനസ്സിലാവും. അയ്യോ, ഞാൻ ഇത്രയും കാലം എൻ്റെ മൂഢത്തരമാണല്ലോ വിളമ്പിക്കൊണ്ടിരുന്നത് എന്ന് പിന്നീട് മനസ്സിലാവും. അതിന് ഭഗവാനെ ശരിക്കും മനസ്സിലാവും. ഭഗവാന്റെ സർവജ്ഞതയെ പൂർണ്ണമായി നമ്മൾ ഉൾക്കൊള്ളണം.
അപ്പോൾ ഭഗവാൻ അതിനൊക്കെ അവസരം തരുന്നുണ്ട്. ഭഗവാനാണ് ശരി എന്ന് ഭഗവാൻ പിന്നീട് സ്ഥാപിക്കുന്നുണ്ട്. അത് ഏത് അവതാരം എടുത്താലും ശരി, രാമകൃഷ്ണ അവതാരങ്ങൾ പ്രത്യേകിച്ച്. ഇപ്പോ മഹാഭാരതത്തില് കുരുക്ഷേത്ര യുദ്ധത്തിന് മുമ്പായിട്ട് ഭഗവാൻ കൗരവന്മാരുടെ അടുത്ത് ദൂത് പോകുന്നുണ്ട്. ഭഗവാൻ അറിയാം പോയിട്ട് കാര്യമൊന്നുമില്ല എന്ന്. ഈ ദുര്യോധനന്റെ അടുത്ത് ഒരു ദൂതം നടക്കാൻ പോകുന്നില്ല. അഹങ്കാരിയാണ്, മൂഢനാണ്, സ്വാർത്ഥനാണ്, സ്വയം നശിക്കാൻ തീരുമാനിച്ചിരിക്കുന്നവനാണ്, അവന്റെ വിനാശകാലമാണ്, അവന്റെ കാലമായി. അവന്റെ മാത്രമല്ല ഒരുപാട് പേരുടെ ആയുസ് കഴിഞ്ഞു. ഈ യുദ്ധം സംഭവിക്കാതിരിക്കില്ല എന്ന് സർവജ്ഞനായിട്ട് ഭഗവാൻ അറിയാം. എന്നിട്ടും മനുഷ്യനാട്യം ഭാവിച്ചുകൊണ്ട് നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ഒരാളെ പോലെ അദ്ദേഹം ദൂതനായി പോകുന്നു. എന്തിനാ? ഈ ദുര്യോധനന്റെ സ്വഭാവം ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി, അത്രയേ ഉള്ളൂ. അല്ലാതെ യുദ്ധമില്ലാതാക്കാനോ അതിലൂടെ കുറെ ആളുകളെ രക്ഷിക്കാനോ ഒന്നുമല്ല. ഇതാണ് ഇവന്റെ കയ്യിലിരിപ്പ്, ഇത് നിങ്ങൾ മനസ്സിലാക്കുവിൻ. അപ്പൊ ഇവന്റെ കയ്യിലിരിപ്പ് അനുസരിച്ചാണ് ഇവന്റെ കർമ്മഫലം അവൻ അനുഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ലോകത്തില് ഇനിയുള്ള ആളുകൾക്കും ഇതുപോലെ കയ്യിലിരിപ്പാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്കൊക്കെ ഇത് തന്നെയാണ് ഗതി എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഈശ്വര നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട്, ലംഘിച്ചുകൊണ്ട്, അഹങ്കാരം കൊണ്ട് ഞാനാണ് ഈശ്വരൻ എന്ന് ആരെങ്കിലും കരുതി ഓരോ കാര്യങ്ങൾക്ക് ചാടി പുറപ്പെട്ടു കഴിഞ്ഞാൽ അവനെ പോലെ അല്പൻ ലോകത്തിലില്ല. ഏറ്റവും അല്പന്മാരാണ് അവർ. അപ്പം അതുകൊണ്ട് ഭഗവാൻ ഇന്ദ്രയാഗം മുടക്കിയത്, അതിൻ്റെ സാങ്കത്യം എന്താണെന്നൊക്കെ നമ്മൾ കുറേയൊക്കെ ചർച്ച ചെയ്തു കഴിഞ്ഞ അധ്യായം എടുക്കുമ്പോൾ. ഇനിയും നിങ്ങൾക്ക് സംശയം ബാക്കിയുണ്ടെങ്കിൽ അതുകൂടി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചിന്തിക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ഇന്ദ്രന്റെ അഹങ്കാരം തീർക്കലാണ് ഭഗവാന്റെ മുഖ്യ ദൗത്യം. മറ്റൊന്ന്, നമ്മൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും അതിൻ്റെ തത്വം അറിഞ്ഞുകൊണ്ട്, അതിൻ്റെ സാരം ഗ്രഹിച്ചുകൊണ്ട് ഓരോ കർമ്മങ്ങളും ചെയ്യുക. അപ്പോൾ അധിക ഫലം, പൂർണ്ണ ഫലം. അല്ലാതെ എന്താ പറയുക, ഗതാനുഗതികന്യായം, അന്ധന്മാരായി മുന്നേ പോയ അന്ധന്മാരെ പിന്തുടരുന്നവരായി തീർന്നാൽ പല ദോഷങ്ങളും വന്നു ചേരും. അങ്ങനെ വന്നു ചേർന്നിട്ടുള്ള ഒരുപാട് ദോഷങ്ങൾ നമ്മുടെ സനാതനധർമ്മത്തിൽ ചാർത്തി കൊടുത്തിട്ടുണ്ട്. ധർമ്മത്തിൻ്റെ ദോഷമല്ല, അത് ആചരിച്ചവരുടെ ദോഷമാണ്. അത് മര്യാദയ്ക്ക് അറിവില്ലായ്മ കൊണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ആചരിച്ച് ഇപ്പോൾ ഈ കോലത്തിലായി. ഇപ്പോൾ വഴി കൂടെ പോകുന്നവർക്കൊക്കെ കൊട്ടാനുള്ള ചെണ്ട പോലെ ഈ ഹിന്ദുധർമ്മത്തെ പരിഹസിക്കാൻ ഓരോരോ കാരണങ്ങൾ. ഇതൊക്കെ എന്താ കാരണം? ഇതൊക്കെ മുന്നിൽ അറിവില്ലാതെ കൊണ്ട് അനുഷ്ഠിച്ചതായിട്ടുള്ള ആളുകളുടെ ആ ഒരു ചെയ്തിയാണ്. അവരുണ്ടാക്കി വെച്ചതാണ് ഈ ചീത്തപ്പേരൊക്കെ പലതും. അപ്പം അതൊക്കെ നമ്മൾക്ക് ഒഴിവാക്കാൻ സാധിക്കണമെങ്കിൽ, നമ്മുടെ ഭാഗത്തു നിന്നെങ്കിലും ഇനിയും അതേ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങളുടെയും തത്വം അറിഞ്ഞുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. അറിവുള്ള ആചാര്യന്മാർ പറഞ്ഞു തരുമ്പോൾ അവരെ പോലും വിമർശിക്കുന്ന ആൾക്കാരുണ്ട്. ആചാര്യന്മാർ എന്തെല്ലാം പഠിച്ചും മനസ്സിലാക്കിയും അവരുടെ ഗുരുക്കന്മാരെ സേവിച്ച് അവരിൽ നിന്ന് കിട്ടിയിട്ടും ഒക്കെയാണ് ഇതെല്ലാം പറയുന്നത്. പക്ഷെ ഒന്നും പഠിക്കാത്ത, ഒന്നും അറിയാത്ത, ഗതാനുഗതികന്യായേന ആചരിച്ചു പോകുന്ന ആളുകൾ അതിനെ എതിർക്കും. പാരമ്പര്യവാദികൾ, പിന്തിരിപ്പന്മാർ. അങ്ങനെ തന്നെയാണ് ചട്ടമ്പി സ്വാമികളെ ആണെങ്കിലും, നാരായണ ഗുരുദേവനെയാണെങ്കിലും, ശങ്കരാചാര്യയാണെങ്കിലും എല്ലാ കാലത്തും സമൂഹത്തിലെ വിഡ്ഢികൾ എതിർത്തുകൊണ്ടേയിരിക്കും. എല്ലാ കാലത്തും ഉണ്ടാവും വിഡ്ഢികളെ. ആചാര്യന്മാർ പറഞ്ഞത് അങ്ങനെ അങ്ങോട്ട് അനുസരിക്കാനൊന്നും
തയ്യാറാവില്ല. കാരണം ആചാര്യന്മാരാരാന്നേ അവർക്കറിയില്ല. ആചാര്യന്മാരുടെ ലക്ഷണം എന്താണ്, അവരുടെ മഹത്വം എന്താണ്, അവരെന്തിനാ അതൊക്കെ പറയുന്നത്, അവർക്ക് വല്ലതുകൊണ്ട് പ്രയോജനമോ ലാഭമോ ഉണ്ടോ, അതോ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണോ പറയുന്നത്, ഇതൊന്നും ചിന്തിക്കാതെ ആചാര്യന്മാരെ കയറി എതിർക്കും. അങ്ങനെയുള്ള ഒരു അന്ധന്മാരുടെ സമൂഹമാണ് നമ്മുടെ സമൂഹം. ഇരിക്കട്ടെ, എത്ര കാലം അവർക്ക് അങ്ങനെ പോകാൻ പറ്റും? ജന്മങ്ങൾ എടുക്കേണ്ടി വരും ചിലപ്പോൾ നേരായ വഴിയിലേക്ക് വരാൻ. ആവട്ടെ. നാരായണ. അപ്പം നമുക്ക് 25-ാം അധ്യായം ഓരോ ശ്ലോകങ്ങളായിട്ട് കാണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ് ഭാഗവതേ ദശമസ്കന്ധേ പഞ്ചവിംശതിതമോऽധ്യായ. ശ്രീശുക ഉവാച. ഇന്ദ്രസ്തദാത്മനഃ പൂജാം വിജ്ഞായ വിഹതാം നൃപ ഗോപേഭ്യഃ കൃഷ്ണനാഥേഭ്യോ നന്ദാദിഭ്യശ്ച കോപസഃ. ശ്രീശുക ഉവാച. ഇന്ദ്രസ്തദാത്മനഃ പൂജാം വിജ്ഞായ വിഹതാം നൃപ ഗോപേഭ്യഃ കൃഷ്ണനാഥേഭ്യോ നന്ദാദിഭ്യശ്ച കോപസഃ. ശ്രീശുക ബ്രഹ്മർഷി തുടരുന്നു. ഇന്ദ്രഃ തദാ ആത്മനഃ പൂജാം വിജ്ഞായ വിഹതാം നൃപ ഗോപേഭ്യഃ കൃഷ്ണനാഥേഭ്യഃ നന്ദാദിഭ്യഃ ചുകോവ സഹ. അപ്പോൾ തദാ എന്നുള്ളതാണ്. തദാ എന്ന് പറഞ്ഞാൽ അപ്പോൾ, എപ്പോൾ, മുൻ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ സംഭവിച്ചപ്പോൾ. എന്തൊക്കെയാണ് സംഭവിച്ചത് മുൻ അധ്യായത്തിൽ? ഇന്ദ്രന്റെ യാഗഭംഗം, ഗോവർദ്ധന പൂജ, ഇത് രണ്ടും സംഭവിച്ചു കഴിഞ്ഞപ്പോൾ നടത്താം. തദാ അപ്പോൾ ഇന്ദ്രഃ, ഏതിന്ദ്രഃ? സഹ ഇന്ദ്രഃ, ആ ഇന്ദ്രൻ. ഇവിടെ നൃപ എന്നുള്ളത് പരീക്ഷത്തിനെ സംബോധന ചെയ്യണം. അല്ലയോ നൃപ, ആ ഇന്ദ്രൻ ആത്മനഃ പൂജാം വിഹതാം വിജ്ഞായ, ആത്മനഃ തനിക്കുള്ളതായിട്ടുള്ള, തന്നെ സംബന്ധിച്ചതായിട്ടുള്ള പൂജാം പൂജയെ, യാഗത്തെ, വിഹതാം വിഹനിക്കപ്പെട്ടതായിട്ട്, തടസ്സപ്പെട്ടതായിട്ട്, വിജ്ഞായ അറിഞ്ഞിട്ട്, മനസ്സിലാക്കിയിട്ട്, ഓഹോ തനിക്ക് കിട്ടേണ്ടതായിട്ടുള്ള ആ അവകാശം, തൻ്റെ സ്ഥാനം നിഷേധിച്ചു, തന്നെ ധിക്കരിച്ചിരിക്കുന്നു. അങ്ങനെ കരുതി സഹ ഇന്ദ്രഃ ആത്മനഃ പൂജാം വിഹതാം വിജ്ഞായ കൃഷ്ണനാഥേഭ്യഃ നന്ദാദിഭ്യഃ ഗോപേഭ്യഃ ചുകോപ. ചുകോപ എന്ന് പറഞ്ഞാൽ കോപിച്ചു എന്നാണ്. ആരുടെ നേർക്ക്? ഗോപേഭ്യഃ, ഗോപന്മാരുടെ നേർക്ക് കോപിച്ചു. എങ്ങനെയുള്ളവരാണ് ആ ഗോപന്മാര് എന്ന് പറഞ്ഞാണ് രണ്ട് പദങ്ങൾ. കൃഷ്ണനാഥേഭ്യഃ നന്ദാദിഭ്യഃ. നന്ദൻ ആദിയിലുള്ളവരാണ് ഗോപന്മാര്, നന്ദൻ നായകനായിട്ടുള്ളവരാണ് ഈ ഗോപന്മാർ. നന്ദാദിഭ്യഃ ഗോപേഭ്യഃ. അവര് എങ്ങനെയുള്ളവരാണ്? അതിനെ ഒന്നുകൂടെ വിശേഷിപ്പിച്ചതാണ് കൃഷ്ണനാഥേഭ്യഃ. കൃഷ്ണനാകുന്ന നാഥനോടുകൂടിയവരാണ് ഈ ഗോപന്മാര്. അപ്പൊ ഈ ഗോപന്മാരുടെ നാഥൻ ആരാണ്? കൃഷ്ണനാണ്. അപ്പൊ അതറിയാം അല്ലേ? അറിഞ്ഞു. ഈ കൃഷ്ണനാണ് ഇവരെ വഴിതെറ്റിച്ചത്. നാഥൻ എന്ന് പറയുമ്പോൾ മുമ്പേ നടക്കുന്ന ആളാണല്ലോ, നയിക്കുന്നവനുമാണ്, അവർക്ക് അഭയം കൊടുക്കുന്നവനാണ്, അവരെ രക്ഷിക്കുന്നവനാണ്, ആശ്രയിക്കപ്പെടുന്നവനാണ്. നാഥ്യതേ ഇതി നാഥഃ. നാഥ്യത എന്ന് പറഞ്ഞാൽ ആശ്രയിക്കപ്പെടുന്നവൻ എന്നാണ്. നാഥശബ്ദത്തിന് ആശ്രയിക്കപ്പെടുന്നവൻ. അപ്പോൾ എല്ലാ കാര്യത്തിനും ആരെ ആശ്രയിക്കുന്നുവോ അവനാണ് നാഥൻ. ഇവിടെ ആരാണ് എല്ലാ കാര്യത്തിനും നേതൃത്വം കൊടുക്കുന്നത്? ഇപ്പോ ഈ കാര്യത്തില് ഈ ഗോവർദ്ധന പൂജ നടത്തിയതും ഇന്ദ്രയാഗത്തെ തടഞ്ഞതിലും മുഖ്യ പങ്ക് നാഥനായിരിക്കുന്ന ആൾ തന്നെയാണ് അല്ലേ? ഏത് കാര്യത്തിലും എന്താ പറയുക, ജയമാണെങ്കിലും പരാജയമാണെങ്കിലും ആർക്കാണ് അതിൻ്റെ ക്രെഡിറ്റ് കൂടുതലായിട്ട് കിട്ടുക? നാഥന്മാർക്കാണ്. അണികൾക്ക് കുറച്ചേ കിട്ടുള്ളൂ, കിട്ടില്ല. അല്ലെങ്കിൽ ക്ലെയിം മുഴുവൻ നാഥന്മാർക്ക് പോകും, കുറ്റമാണെങ്കിലും നല്ലതാണെങ്കിലും. ഇവിടെ
എന്തായാലും കൃഷ്ണനാകുന്ന നാഥനോട് കൂടിയവരായ നന്ദാദികൾ ഗോപന്മാർ തന്നെ വഞ്ചിച്ചു, അല്ലെങ്കിൽ തന്നെ അവഹേളിച്ചു. തനിക്ക് നൽകാനുള്ളതായിട്ടുള്ള വർഷം തോറും നൽകി വരുന്നതായിട്ടുള്ള അംഗീകാരം, ആ പൂജ ആദരവ് ഇപ്പോൾ ഈ വർഷം മുടക്കിയിരിക്കുന്നു. അപ്പം അതിന് കാരണക്കാരനാരാ? കൃഷ്ണൻ. അപ്പോൾ ഗോപന്മാരോടാണ് കോപിച്ചതെങ്കിലും വാസ്തവത്തിൽ കോപം ആരോടാണ്? ഉള്ളിൻ്റെ ഉള്ളില്. ഇവിടെ കൃഷ്ണനാദേഭ്യ എന്ന് പറഞ്ഞതുകൊണ്ട് കൃഷ്ണനോട് തന്നെയാണ് കോപം. അത് അടുത്ത അദ്ദേഹം പറയാൻ പോകുന്ന ചില വാക്കുകളിൽ വരാൻ പോകുന്നുണ്ട്. അത് നമുക്ക് സാമർത്ഥക മേഘങ്ങളെ വിളിച്ച് ആജ്ഞാപിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വായിൽ നിന്നത് വരുന്നുണ്ട്. നോക്കാം നമുക്ക്. എന്തായാലും അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. ഗണം സാംവർത്തകം നാമ മേഘാനാം ചാന്തകാരിണാം ഇന്ദ്രഃ പ്രാചോദയത് ക്രുദ്ധോ വാക്യം ചാഹേശമാന്യുത. ഗണം സാംവർത്തകം നാമ മേഘാനാം ച അന്ധകാരിണാം ഇന്ദ്രഃ പ്രാചോദയത് ക്രുദ്ധോ വാക്യം ചാഹേശമാന്യുത. ആ ഇന്ദ്രൻ എന്ത് ചെയ്തു എന്ന് പറയണം. ഗണം സാംവർത്തകം നാമ മേഘാനാം ച അന്ധകാരിണാം ഇന്ദ്രഃ പ്രാചോദയത് ക്രുദ്ധഃ വാക്യം ച ആഹ ഈശമാനീ ഉത. വാക്യം ച ആഹ ഈശമാനീ ഉത. അപ്പൊ അവിടെ ഇന്ദ്രനെ വിശേഷിപ്പിച്ച ഒരു പദമാണ് ഈശമാനീ. ഈശമാനീ എന്ന് പറഞ്ഞാൽ ഈശം ഇതി മന്യമാനഃ, ഞാനാണ് ഈശൻ എന്ന് മനിക്കുന്നവൻ, എന്ന് കരുതുന്നവൻ. നമ്മുടെ മഹാബലി വാമനമൂർത്തിയോട് പറഞ്ഞില്ലേ, ലോകാനാമേകമീശ്വരം, ലോകങ്ങൾക്ക് ഏക ഈശ്വരനായിട്ടുള്ള എന്നെ വന്ന് പ്രസാദിപ്പിച്ചിട്ട് പദത്രയം വൃണീതേ, 3 അടി മണ്ണോ ചോദിക്കുന്നത്. ത്വം ബാലോസി ബാലിശമതി സ്വാർത്ഥം പ്രതി അബുധോ യഥ. സ്വന്തം കാര്യം നോക്കാൻ അറിയാത്ത മൂഢനാണ്, ബാലിശമതിയാണ്. എന്നാൽ വൃദ്ധന്മാരെ പോലെയൊക്കെ വലുതായിട്ട് സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് വാമനമൂർത്തിയെ പരിഹസിക്കുന്നുണ്ട്. അപ്പോഴാണ് പറയുന്നത്, എന്നെ ലോകാനാം ഏകമീശ്വരമാം വചോഭി സമാരാധ്യ ലോകാനാം ഏകമീശ്വരം പദത്രയം വൃണീതേയോ അബുദ്ധിമാൻ എന്ന് പറയുന്ന ആ വാക്കുകൾ. അപ്പോൾ ലോകാനാം ഏകമീശ്വരൻ, ലോകത്തിന്റെ ആകെ ഒരു ഈശ്വരനേ ഉള്ളൂ, അത് ഞാനാ, അറിയില്ല എന്നെ എന്ന് സ്വയം മഹാബലി ആരോടാ പരിചയപ്പെടുത്തുന്നത്? സാക്ഷാൽ ഭഗവാനോട്. അതുപോലെയാണ് ഇവിടെ ഇന്ദ്രൻ കരുതി താനാണ് ഈശൻ എന്ന്. ഒരു ഈശസ്ഥാനം കൊടുത്തിട്ടുണ്ട് മൂപ്പർക്ക്. എന്തിൻ്റെ? ദേവന്മാരുടെ മുഴുവൻ നായകൻ എന്നുള്ള സ്ഥാനം കൊടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ മഴ പെയ്യിക്കുന്ന കാര്യത്തിന്റെ ഒരു താക്കോല് കയ്യിൽ കൊടുത്തിട്ടുണ്ട്, അല്ലേ? കിഴക്ക് ദിക്കിന്റെ ഒരു ആധിപത്യം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചില ആധിപത്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ നിസ്സാര കാര്യങ്ങൾ കിട്ടിയിട്ടുള്ളതുകൊണ്ട് മൂപ്പര് വിചാരിച്ചു താൻ തന്നെയാണ് ഈ ലോകത്തിന്റെ മുഴുവൻ ഈശൻ എന്ന്. അതാണ് ഈശമാനീ ഇന്ദ്ര. ഈശൻ എന്ന് കരുതുന്നവനായിട്ടുള്ള ഇന്ദ്രൻ, താനാണ് ഈശൻ എന്ന് കരുതുന്ന ഇന്ദ്രൻ ക്രുദ്ധ, ക്രോധിച്ചു. ആ അഹങ്കാരമാണ് ക്രോധത്തിന് കാരണം. താൻ ആരാ എന്നുള്ളതായിട്ടുള്ള മാനം തന്നെയാണ് തന്റെ മാനഭംഗമുണ്ടായപ്പോൾ ക്രോധിക്കുന്നത്. മാനമില്ലാത്തവർക്ക് മാനഭംഗമുണ്ടായാൽ ക്രോധമൊന്നും വരില്ല, അല്ലേ? ആയിക്കോളൂ എന്ന് പറയും. നമ്മളെ ആരെങ്കിലുമൊക്കെ പരിഹസിച്ചാൽ നമുക്ക് എത്രത്തോളം അഭിമാനമുണ്ടോ അത്രത്തോളം കോപം വരും. എത്രത്തോളം നമ്മൾ അഭിമാനം നമ്മളെക്കുറിച്ച് കരുതുന്നില്ലയോ, നമ്മൾ സ്വയം വിനയാന്വിതരായിരിക്കുന്നുവോ, മറ്റുള്ളവർ നമ്മളെ നിന്ദിക്കുമ്പോഴും പരിഹസിക്കുമ്പോഴും ഒക്കെ നമ്മൾ കൂളായിട്ടിരിക്കാൻ സാധിക്കും. ഏതാ നല്ലത് വേണമെങ്കിൽ തീരുമാനിച്ചോളൂ. ഏതാ നല്ലത്? ആരോഗ്യത്തിന് നല്ലത്, എല്ലാം കൊണ്ടും നല്ലത്. കോപിക്കുന്നതാണോ നല്ലത്? കൂളായിട്ടിരിക്കുന്നതാണോ നല്ലത്? കൂളായിട്ടിരിക്കാൻ എന്താ വേണ്ടത്? കോപിക്കാൻ എന്താ വേണ്ടത്? രണ്ടും ചോയ്സ് ഈസ് യുവേഴ്സ്, നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പോ അതാണ് ഈശമാനീ ഇന്ദ്ര ക്രുദ്ധ അന്ധകാരിണാം മേഘാനാം സാമ്പർത്തകം ഗണം പ്രാചോദയത് വാക്യമാഹച്ച.
എന്താ പറഞ്ഞ അന്ധകാരിണാം മേഘാനാം സാമ്പർത്തകം ഗണം പ്രാചോദയത്. അന്ധകാരികൾ എന്ന് പറഞ്ഞാൽ അന്തത്തെ ചെയ്യുന്നവർ, പ്രളയകാലത്ത് അന്തത്തെ ചെയ്യുന്നവരാണ് ഈ പ്രളയകാല മേഘങ്ങൾ. അപ്പൊ നാശം വിതയ്ക്കുന്നവരായ മേഘങ്ങളുടെ സാമ്പർത്തകം ഗണം. സാമ്പർത്തകം എന്നുള്ളത് സമ്പർത്തത്തെ ഉണ്ടാക്കുന്നത്. സമ്പർത്തം എന്ന് പറഞ്ഞാൽ ആവർത്തനം തന്നെയാണ്, പ്രളയം എന്നാണ്, തിരിച്ചുപോക്ക്. എന്തിലേക്ക്? പൂർവസ്ഥിതിയിലേക്ക് സംവർത്തിക്കുക. ശൂന്യാവസ്ഥയിൽ നിന്ന് എല്ലാം ലയിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായി വന്നത്. അപ്പൊ റീസൈക്ലിംഗ് എന്നുള്ളതിന്റെ അല്ലെ സംസ്കൃതമാണ് സമ്പർത്തം. നമ്മൾ കമ്പ്യൂട്ടറിന്റെ ഭാഷയിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഏത് കാര്യം, ഏത് ഡാറ്റകളും ഏത് ഫയലുകളും ഒക്കെ എവിടേക്കാ എഴുതുക? റീസൈക്കിൾ ബിൻ എന്ന് പറഞ്ഞിട്ടൊരു കുപ്പത്തൊട്ടിയുണ്ട്, അതിലേക്ക് തള്ളിയിടും. അതുപോലെയാണ് ഈ പ്രളയകാലവും. ഒരു റീസൈക്ലിംഗ് പ്രോസസ്സിലേക്ക്, ആ കുപ്പത്തൊട്ടിയിലേക്ക് ലയിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ റീസൈക്ലിംഗ് എന്നുള്ളതിന് സമാനമായിട്ടുള്ള പദമാണ് സമ്പർത്തം, പ്രളയം. മനസ്സിലാക്കുക, എളുപ്പത്തിൽ ഓർമ്മിക്കാൻ വേണ്ടി പറയുകയാണ്. ഈ സമ്പർത്തവും പ്രളയവും തമ്മിൽ എന്താ ബന്ധം എന്നിങ്ങനെ ആലോചിച്ച് തലമുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. സമ്യക് ആവർത്തതേ സമ്യക് വർത്തതേ എന്നൊക്കെയുള്ള രൂപത്തിൽ നിന്നാണ്. സംവർത്തം കരോതീതി സാമ്പർത്തക. പ്രളയത്തെ ഉണ്ടാക്കുന്നത്, പൂർവാവസ്ഥയെ പ്രാപിപ്പിക്കുന്നത്. പൂർവാവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഒന്നുമില്ലാത്ത അവസ്ഥയെ ചിന്തിക്കണം. അതാണ് പ്രളയാവസ്ഥ അല്ലേ? അഹമേവാസമേവാഗ്രേ നാന്യത് സദസത് പരം. അവിടെ അഗ്രേ അന്യത് അഗ്രേ എന്നുള്ള അഗ്രേ എന്നുള്ളത് തന്നെയാണ് ഇവിടെ എൻഡും, അവസാനവും ആദ്യവും കൂട്ടിമുട്ടുകയാണ് ഇവിടെ. ഒരു ചക്രം അല്ലേ, ആവർത്തനം. അപ്പോ അന്ധകാരിണാം മേഘാനാം സാമ്പർത്തകം ഗണം. ഗണം എന്ന് പറഞ്ഞാൽ ഒരു മേഘങ്ങളുടെ വലിയൊരു കൂട്ടമാണത്. പ്രളയകാലത്ത് പെയ്യാൻ വേണ്ടി റിസർവ് വെച്ചിരിക്കുന്നതാണ്. ആ റിസർവ് മേഘങ്ങളെ, മറ്റത് ഓരോ ഋതുക്കളിലും വേണ്ട ആവശ്യത്തിനുള്ള മഴ പെയ്യിക്കാനുള്ളത് വർഷകാലം, അതുപോലെ തന്നെ മറ്റ് അവാന്തര ഋതുക്കളിലൊക്കെ ഇടയ്ക്കൊക്കെ മഴ പെയ്യണം. അതിനൊക്കെ പ്രത്യേകം ഡിപ്പാർട്ട്മെന്റാണ് അല്ലേ. ഇത് പ്രളയത്തിന് വേണ്ടി സഞ്ചയിച്ചു വെച്ചിരിക്കുന്നതാണ് സാമ്പർത്തക മേഘങ്ങൾ. അപ്പൊ ആ ഗണത്തെ പ്രാചോദയത് പ്രചോദിപ്പിച്ചു, പ്രകോപിപ്പിച്ചു, പ്രേരിപ്പിച്ചു എന്നൊക്കെ അർത്ഥം. എന്ത്? വാക്യമാഹച, ഇങ്ങനെ വാക്യത്തെയും പറഞ്ഞു. ആ മേഘങ്ങളെ ആജ്ഞാപിക്കുന്ന വാക്യങ്ങളാണ് അടുത്ത പദം. അപ്പോ ശ്രീകൃഷ്ണനേക്കാൾ വലിയ ഈശ്വരനാണ് താനെന്ന് കരുതി, ശ്രീകൃഷ്ണനെ ഈശ്വരനായി കരുതിയിരിക്കുന്ന ഈ ഗോപന്മാരെ പാഠം പഠിപ്പിക്കണം എന്ന് കരുതി. ശ്രീകൃഷ്ണനെ തന്നേക്കാൾ വലിയൊരു ഈശ്വരനായിട്ട് കണക്കാക്കാൻ തോന്നിയില്ല. അതാണ് മൗഢ്യം. അപ്പൊ പറയണം, അഹോ ശ്രീമദമാഹാത്മ്യം ഗോപാനാം കാനനൗകസാം കൃഷ്ണം മർത്യമുപാശ്രിത്യ യേ ചക്രുർദേവഹേളനം യഥാ ദൃഢൈ കർമ്മമയൈ ക്രതുഭിർനാമ നൗനിഭയൈ വിദ്യാമാന്വീക്ഷ്വീം ഹിത്വാ തിതിർഷന്തി ഭവാർണവം വാചാലം ബാലിശം സ്തബ്ധം അജ്ഞം പണ്ഡിതമാനിനം കൃഷ്ണം മർത്യമുപാശ്രിത്യ ഗോപാമേ ചക്രുരപ്രിയം യേഷാം ശ്രിയാവലിപ്താനാം കൃഷ്ണേനാദ്മായിതാത്മനാം ധുനുത ശ്രീമദസ്തംഭം പശൂന്നയത സംശയം അഹം ചൈരാവതം നാഗം ആരുഹ്യാനുവ്രജേ വ്രജം മരുദ്ഗണൈർമഹാബീജൈർനന്ദഗോഷ്ഠജികാംസയാ. ഇത്രയും വാക്കുകൾ ആ ഇന്ദ്രന്റെ അഹങ്കാരം പ്രകടിപ്പിക്കുന്ന വാക്കുകളാണ്. നമുക്കത് ഓരോ ശ്ലോകമായിട്ട് കാണാം. അഹോ ശ്രീമദ് മാഹാത്മ്യം ഗോപാനാം കാനനൗകസാം കൃഷ്ണം മർത്യമുപാശ്രിത്യ യേ ചക്രുർദേവഹേളനം. ഹൂ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആ ഒരു സഹിക്കാൻ പറ്റാത്ത അവസ്ഥയെ പ്രകടിപ്പിക്കണം. അയ്യോ നോക്കൂ, എന്തൊരു ആശ്ചര്യം, എന്തൊരു കഷ്ടം എന്നൊക്കെ അർത്ഥത്തിലുള്ള ആശ്ചര്യത്തെ പ്രകടിപ്പിക്കണം. എന്താണ്?
കാനനൗകസാം ഗോപാനാം ശ്രീമത മാഹാത്മ്യം. അതിനെയാണ് അഹോ എന്ന് പറയുന്നത്. കാനനൗകസാം ഗോപാനാം ശ്രീമത മാഹാത്മ്യം അഹോ അഹോ. അപ്പൊ ആരുടെയാണ്? ഗോപന്മാരുടെ. അവരെങ്ങനെയുള്ളവരാണ്? കാനനൗകസ്സുകള്, വനവാസികള്. കാനനം ഓകസ്സായിരിക്കുന്നവർ, വനം വാസസ്ഥാനമായിരിക്കും. അപ്പൊ വെറും വനവാസികളായിട്ടുള്ള പശുക്കളെ മേച്ച് നടക്കുന്ന ആ ഗോപന്മാരുടെ ഒരു ശ്രീമത മാഹാത്മ്യം നോക്ക്. അവരുടെ ആ ശ്രീമത മാഹാത്മ്യം എന്ന് പറഞ്ഞാൽ അവർക്ക് സമ്പത്ത് ഐശ്വര്യമൊക്കെ നിറഞ്ഞതിന്റെ മതം, അതിന്റെ ഒരു വൈഭവം. അപ്പൊ അവർക്കിപ്പോ നല്ല എന്താ പറയുക, സമൃദ്ധിയുള്ള കാലമാണേ. പശുക്കളൊക്കെ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നു, എല്ലാം നല്ല വലിയ അകിടുകളോടുകൂടി ധാരാളം ചുരക്കുന്നു, എല്ലാം കാലാകാലത്തിന് യാതൊരു തടസ്സമില്ലാതെ പ്രസവിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുന്നു. അതിൽ കൂടുതലും പശുക്കുട്ടികളാണ് പ്രസവിക്കുന്നത്, അല്ലേ? പാല് ചുരക്കുന്നതിനൊരു കുറവുമില്ല. അപ്പൊ ഇതെങ്ങനെ സമൃദ്ധി വരുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് നല്ല പുല്ലും വെള്ളവും കിട്ടുന്നത് കൊണ്ടാണ്. ഈ പുല്ലും വെള്ളമൊക്കെ ആരുടെ പ്രവൃത്തി കൊണ്ടാണ്? ഞാനല്ലേ മഴ പെയ്യിക്കുന്നത്, പക്ഷെ അവർ എന്നെ മറന്നു എന്നാണ് ഇവിടെ ഇന്ദ്രൻ വിചാരിക്കുന്നത്. ഞാൻ കൊടുത്ത മഴ കൊണ്ട് സമൃദ്ധി പ്രാപിച്ചിട്ട് ഇപ്പൊ അവരെത്ര അഹങ്കാരികളായിരിക്കുന്നു എന്ന്. വാസ്തവത്തിൽ ഭഗവാൻ കൊടുത്ത സ്ഥാനം കൊണ്ട് ആരാണ് ഇത്രയും അഹങ്കാരിയായിരിക്കുന്നത്? അല്ലെ? ഓരോരുത്തരും താഴേക്ക് നോക്കിയിട്ടാണ്. താഴെയുള്ളവര് തന്നേക്കാൾ കേമന്മാരാകുമ്പോൾ സഹിക്കില്ല, താൻ ചെയ്യുന്നത് കാണില്ല, തന്റെ തെറ്റെന്താന്ന് തിരിച്ചറിയുന്നില്ല. താനാണ് വാസ്തവത്തിൽ ഭഗവാൻ തന്ന ഐശ്വര്യം കൊണ്ട്, ഭഗവാൻ തന്ന സ്ഥാനത്തിരുന്നു കൊണ്ട്, ഭഗവാൻ തന്ന കഴിവുകൾ കൊണ്ട്, ഭഗവാൻ തന്ന മെറ്റീരിയൽസ് കൊണ്ട് ഈ എന്തൊക്കെയോ നിസ്സാര കാര്യങ്ങൾ ലോകത്തിന് വേണ്ടി ചെയ്യുന്നത്. തനിക്ക് ഭഗവാനെ ആരാധിക്കാൻ, പൂജിക്കാൻ കിട്ടിയ ഒരു അവസരമാണ് എന്ന് കരുതാതെ ഭഗവാനെ മറന്നിട്ട്, തന്ന ആളെ മറന്നിട്ട് താനാണ് എല്ലാം എന്നങ്ങട് കരുതി. എന്നിട്ട് ആരെ കുറ്റം പറയണത്? തൻ്റെ ഉള്ളിലുള്ളത് ഇവരിൽ ആരോപിക്കുകയാണ്, ഗോപന്മാരുടെ നേരെ ആരോപിക്കുകയാണ്. അപ്പൊ ഗോപാനാം ശ്രീമത മാഹാത്മ്യം അഹോ അഹോ ഏ മർത്യം കൃഷ്ണമുപാശ്രിത്യ ദേവഹേളനം ചക്രുഹു. ഏതൊരു ഗോപന്മാരാണോ മർത്യം കൃഷ്ണം ഉപാശ്രിത്യ, മർത്യം മനുഷ്യനായ, വെറും മനുഷ്യനായിട്ടുള്ള മർത്യനായ, മരണമുള്ളവനായ, കാരണം നമ്മളൊക്കെ മരണമില്ലാത്ത അമരന്മാരാണ്. അമരന്മാരെവിടെ കിടക്കണു? മർത്യന്മാരെവിടെ കിടക്കണു? ആ മർത്യന്മാരുടെ ഇടയിലുള്ള ഒരു ചെറിയ പയ്യനാണ് ഈ കൃഷ്ണൻ. ആ കൃഷ്ണനെ ഉപാശ്രിത്യ, ആശ്രയിച്ചിട്ട് ദേവഹേളനം ചക്രുഹു, ദേവന്മാരെ നിന്ദിക്കുന്ന പ്രവൃത്തിയല്ലേ ചെയ്തത്? ദേവ അവമാനത്തെ ചെയ്തില്ലേ? അപ്പൊ ഇതാണ് ഇന്ദ്രന്റെ പ്രളയകാല മേഘങ്ങളോട് പറഞ്ഞ ശ്ലോകങ്ങൾ. 5 ശ്ലോകങ്ങളാണ് അതിൽ ആദ്യത്തെ ശ്ലോകം. അപ്പൊ മരണമില്ലാത്തവരായ തന്നെ മരണമുള്ളവനായ കൃഷ്ണന്റെ വാക്കുകേട്ട് ധിക്കരിച്ചിരിക്കണു ഈ ദേവന്മാര്. നമ്മളെ ആശ്രയിച്ചിട്ടാണ് അവരൊക്കെ കഴിയുന്നത്, പക്ഷെ നമ്മളെ മറന്നു എന്നാണ് ഈ ഇന്ദ്രൻ അഹങ്കാരം കൊണ്ട് പറഞ്ഞു വരുന്നത്. യഥാ ദൃഢൈ കർമ്മമയൈ ക്രതുഭിർ നാമനൗനിഭൈ വിദ്യാം ആന്വീക്ഷികീം ഹിത്വാ തിതീർഷന്തി ഭവാർണവം. ഇതൊരു ദൃഷ്ടാന്തം അല്ലെങ്കിൽ ഉദാഹരണം ഇന്ദ്രൻ പറയാണ്. ദേവന്മാരുടെ ഗോപന്മാരുടെ അഹങ്കാരത്തിനെയും അവരുടെ വിഡ്ഢിത്തരത്തിനെയും പരിഹസിക്കാൻ വേണ്ടി ഇന്ദ്രൻ ഉപയോഗിക്കുന്ന ഒരു ഉപമയാണ് ഈ ശ്ലോകം. യഥാ അദൃഢൈ കർമ്മമയൈ ക്രതുഭിർ നാമ നൗനിഭൈ വിദ്യാം ആന്വീക്ഷികീം ഹിത്വാ തിതീർഷന്തി ഭവാർണവം. അപ്പോ ഈ കർമ്മഠന്മാരായിട്ടുള്ള ആളുകള് അവര് ജ്ഞാനത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ജ്ഞാനമാർഗം വെടിഞ്ഞ് കർമ്മമാർഗത്തിലൂടെ മോക്ഷം നേടാം എന്ന് കരുതുന്നവരുണ്ട്. അവരെ ഉദാഹരിച്ചുകൊണ്ട് പരിഹസിക്കുകയാണ്. ഇതാണ് അന്വീക്ഷികയും വിദ്യാം ഹിത്വാ. അന്വീക്ഷികി എന്ന് പറഞ്ഞാൽ അന്വേഷണ രൂപമായത്, ആത്മധ്യാനപരമായിരിക്കുന്നത്, ആത്മാന്വേഷണപരമായിരിക്കുന്നത്, സത്യം പരം ധീമഹി എന്ന് അന്വേഷിക്കുന്നതാണ് അന്വീക്ഷികി. ആ അന്വീക്ഷികി വിദ്യയെ, ആത്മവിദ്യയെ ഹിത്വ ഉപേക്ഷിച്ചിട്ട്
അതിടൈഹി കർമ്മമയൈഹി നാമനൗനിഭൈഹി ക്രതുഭിഹി ഭവാർണവം യഥാ വിതീർഷന്തി. അപ്പോ അതിടൈഹി കർമ്മമയൈഹി നാമനൗനിഭൈഹി ക്രതുഭിഹി. ക്രതുക്കൾ എന്ന് പറഞ്ഞാൽ യാഗങ്ങൾ, യജ്ഞങ്ങൾ, കർമ്മങ്ങൾ. അത് എന്താണ്? അദൃഢങ്ങളായ കർമ്മമയങ്ങളാണ്. അദൃഢം ഉറപ്പില്ലാത്തതായിട്ടുള്ളതും കർമ്മരൂപങ്ങൾ, കർമ്മങ്ങൾ നിറഞ്ഞതും നാമനൗനിഭൈഹി. നൗ എന്ന് പറഞ്ഞാൽ നൗക, കപ്പല്. നിഭം സമാനം. അപ്പൊ കപ്പലിന് സമാനം, തോണിക്ക് തുല്യം. എന്താണ് ഇവിടെ? നാമനൗ, പേരിന് മാത്രം കപ്പല് പോലെയുള്ളതും ആയിട്ടുള്ള ക്രതുഭിഹി യാഗങ്ങളെ കൊണ്ട് ഭവാർണവം യഥാ തിതിർഷന്തി, സംസാര സാഗരത്തെ തരണം ചെയ്യാൻ ശ്രമിക്കുന്ന മൂഢന്മാരെ പോലെ എന്നാണ് ഇവിടെ ഇന്ദ്രൻ പറയുന്നത്. എന്താ കാരണം? മർത്യനായ കൃഷ്ണനെ ആശ്രയിച്ചിട്ട് ദേവന്മാരായ നമ്മളെ നിന്ദിച്ചിരിക്കുന്നു. അപ്പൊ നമ്മളെ വലിയവരെ ഉപേക്ഷിച്ച് ചെറിയവരെ ആശ്രയിച്ചിരിക്കുന്നു, നിസ്സാരനെ ആശ്രയിച്ചിരിക്കുന്നു, ഒരു പ്രയോജനമില്ലാത്തവനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് ഇവിടെ കൃഷ്ണനെയാണ് അദൃഢങ്ങളായ കർമ്മമയങ്ങളായ പേരിന് മാത്രം കപ്പലെന്ന് പറയാവുന്നതായിട്ടുള്ള യാഗങ്ങളാകുന്ന തോണി എന്ന് ഉപമിച്ചത് കൃഷ്ണനെയാണ്. അപ്പൊ കൃഷ്ണൻ കർമ്മമാർഗവും നമ്മൾ ദേവന്മാര് ആ ജ്ഞാനമാർഗം, അന്വീക്ഷികി മാർഗം പോലെയുള്ളതും. അപ്പൊ അന്വീക്ഷികി ഉപേക്ഷിച്ചിട്ട് കർമ്മം കൊണ്ട് മോക്ഷം നേടാൻ ശ്രമിക്കുന്നവരെ പോലെ മൂഢന്മാരാണ് ഈ ഗോപന്മാര് മർത്യനായ കൃഷ്ണനെ ആശ്രയിച്ച് അമർത്യന്മാരായ നമ്മളെ നിന്ദിച്ചിരിക്കുന്നത്. നോക്കൂ, അപ്പോ ഈ ഇന്ദ്രന്റെ ഗർവം എത്ര വരെ എത്തി നോക്കൂ. കൃഷ്ണനെ എങ്ങനെ പരിഹസിക്കുന്നു. നോക്കല്ല, പരിഹാസമെല്ലാം ആർക്കുള്ളതാണ്? കൃഷ്ണനുള്ളതാണ്. ഈ നിന്ദയെല്ലാം കൃഷ്ണനുള്ളതാണ്. കൃഷ്ണനെ മർത്യനെന്നും ഇപ്പതാ നാമനൗമിഭൈഹി ക്രതുഭിഹി എന്നൊക്കെ കർമ്മമയൈഹി അതിരുടൈഹി, ബലമില്ലാത്ത പൊട്ട കപ്പലാണ്, ഓട്ടയുള്ള കപ്പലാണ്, ഇതിനെ പിടിച്ചാൽ വെള്ളത്തിൽ മുങ്ങിപ്പോവുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ആളെയാണ് പിടിച്ചിരിക്കുന്നത്. നമ്മളെ വിട്ടു. അപ്പൊ വിഡ്ഢികള്, അഹോ അവരുടെ വിഡ്ഢിത്തരം നോക്കൂ എന്നാണ് ഈ പറയുന്നത്. അപ്പോ ഉപമിക്കാൻ കണ്ട ഒരു ഉപമ എന്തായാലും മുഴുവൻ വാക്കുകളും നോക്കാം. അപ്പൊ ഇവിടെ കൃഷ്ണനെ ആശ്രയിച്ചതൊട്ടും ശരിയായില്ല. കാരണം ഇവർക്ക് ഉദ്ദേശിച്ച ലക്ഷ്യപ്രാപ്തി ഉണ്ടാവില്ല. നാശമേ ഉണ്ടാവുള്ളൂ, പ്രതികൂലമേ ഉണ്ടാവുള്ളൂ. അനുകൂലം വേണമായിരുന്നെങ്കിൽ, വല്ല സഹായവും വേണമെങ്കിൽ നമ്മളല്ലേ ആശ്രയിക്കേണ്ടത്. ഇതാണ് ഭാവം. വാചാലം ബാലിശം സ്തബ്ധം അജ്ഞം പണ്ഡിതമാനിനം കൃഷ്ണം മർത്യം ഉപാശ്രിത്യ ഗോപാമേ ചക്രുരപ്രിയം. വാചാലം ബാലിശം സ്തബ്ധം അജ്ഞം പണ്ഡിതമാനിനം കൃഷ്ണം മർത്യമുപാശ്രിത്യ ഗോപാമേ ചക്രുരപ്രിയം. കൃഷ്ണനെ പരിഹസിക്കുന്നത് നോക്കൂ. വാചാലം ബാലിശം പണ്ഡിതമാനിനം സ്തബ്ധം അജ്ഞം മർത്യം കൃഷ്ണം ഉപാശ്രിത്യ. കൃഷ്ണനെ വിളിക്കാത്ത ചീത്തയൊന്നുമില്ല. എന്തൊക്കെ ചീത്തയെ വിളിച്ചിരിക്കുന്നത്? വാചാലൻ, അധിക പ്രസംഗി, അല്ലേ? നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അധിക പ്രസംഗി, വാചാലൻ. അധികമായി സംസാരിക്കുന്നവനാണല്ലോ വാചാലൻ. അപ്പൊ അധിക പ്രസംഗി. ബാലിശൻ എന്ന് പറഞ്ഞാലോ ഒട്ടും പക്വതയില്ലാത്തവൻ, മൂഢൻ, അല്ലെ? ബുദ്ധിയില്ലാത്തവൻ, അനുഭവജ്ഞാനമൊന്നും ഇല്ലാത്തവൻ ബാലിശൻ, ശിശുവായിരിക്കുന്നവൻ. പണ്ഡിതമാനിനും, പണ്ഡിതമാനിനും വലിയ പാണ്ഡിത്യമുള്ളവനാണെന്ന് അഭിമാനിക്കുന്നവൻ. കൃഷ്ണനെ പരിഹസിക്കുക. പണ്ഡിതമാനിനം സ്തബ്ധം, അഹങ്കാരി, ഒട്ടും വിനയമില്ലാതെ തൂണുപോലെ നിൽക്കുന്നവൻ എന്നാണ് സ്തബ്ധൻ. അപ്പൊ കൃഷ്ണനെ പറയണം, വിവരമില്ലാത്ത, വിനയമില്ലാത്തവൻ, അജ്ഞം, മൂഢൻ, അറിവില്ലാത്തവൻ, മർത്യം, മരണത്തിന് അധീനനായിരിക്കുന്നവൻ. അങ്ങനെയുള്ള മർത്യനായ കൃഷ്ണം ഉപാശ്രിത്യ, ഈ കൃഷ്ണനെ ആശ്രയിച്ചിട്ട് ഗോപാഹ മേ അപ്രിയം ചക്രുഹു, ഈ ഗോപന്മാര് എന്റെ നേരെ അപ്രിയം ചെയ്തിരിക്കണം. അവർ എത്ര വിവരക്കേടാണ് കാണിച്ചിരിക്കുന്നതെന്ന് അവരറിയുന്നില്ല.
അവരുടെ വിവരക്കേട് അവരെ ഞാൻ പാഠം പഠിപ്പിക്കുന്നുണ്ട്, അല്ലേ? അങ്ങനെ വിവരക്കേട് കാണിച്ചവർക്ക് കണ്ടാലറിയാത്തവർ കൊണ്ടാലറിയണം എന്ന് പറയുക. നമ്മുടെ കേരളത്തിലെ വോട്ടർമാരെ പോലെ അവർക്ക് ഒരു കാലത്തും നന്നാവാൻ പോകുന്നില്ല. അവരുടെ വീട് കൊണ്ടുവന്ന് വഖഫ് ബോർഡ് സ്ഥാപിച്ചാലും അവർ പിന്നെയും കുത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് തന്നെ കുത്തിക്കൊണ്ടിരിക്കും. എന്തോ ആട്ടെ, എനിക്ക് പോകാനൊന്നുമില്ല. എനിക്ക് ഹിമാലയത്തിലേക്ക് പോകാം. ഹിമാലയത്തിലും വരുമോ വഖഫ് അറിയില്ല. അപ്പോ ഭഗവാനെ നിന്ദിക്കുന്ന വാക്കുകൾ: വാചാലം ബാലിശം സ്തബ്ധം അജ്ഞം പണ്ഡിതമാനിനം കൃഷ്ണം മധ്യമുപാശ്രിത്യ ഗോപാമേ ചക്രുരപ്രിയം. എനിക്ക് അപ്രിയം ചെയ്തു, അവര് എന്നെ നിന്ദിച്ചിരിക്കുന്നു. അപ്പോ ഇന്ദ്രൻ ഭഗവാനെ നിന്ദിക്കുന്ന പദങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ ഇതിനൊക്കെ ദ്വയാർത്ഥങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. യേഷാം ശ്രിയാവലിപ്താനാം കൃഷ്ണേനാദ്മായിതാത്മനാം ദുനുത ശ്രീമദസ്തംഭം പശൂന്നയത സംക്ഷയം. യേഷാം ശ്രിയാവലിപ്താനാം കൃഷ്ണേനാദ്മായിതാത്മനാം ദുനുത ശ്രീമദസ്തംഭം പശൂന്നയത സംക്ഷയം. അപ്പോ ശ്രിയാ അവലിപ്താനാം കൃഷ്ണേന ആദ്മായിതാത്മനാം യേഷാം ശ്രീമദസ്തംഭം ധുനുത പശൂൻ സംക്ഷയം നയത. ഇതാണ് ആജ്ഞ. ഇതുവരെ അതിൻ്റെ കാരണം പറഞ്ഞതാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ഈ സാമ്പർത്തക മേഘങ്ങൾക്ക് കൊടുക്കുന്ന ആജ്ഞയാണ്. എന്താ ആജ്ഞ? ശ്രിയാ അവലിപ്താനാം, ഐശ്വര്യം കൊണ്ട്, ശ്രീമതം കൊണ്ട് അവലിപ്തന്മാര്, ഗർവം പ്രാപിച്ചവർ, അതുമായി താതാത്മ്യം പ്രാപിച്ചവർ, ഐശ്വര്യം മുഴുവൻ ഞങ്ങളുടേതാണ്, ഞങ്ങൾ നേടിയെടുത്തതാണ് എന്നൊക്കെ ഉള്ളതായിട്ടുള്ള ഭാവമാണ് അവലിപ്തത. അപ്പൊ ശ്രീയാ അവലിപ്താനാം കൃഷ്ണേന ആത്മായിതാത്മനാം. കൃഷ്ണനാൽ ആത്മായിതം എന്ന് പറഞ്ഞാൽ വർദ്ധിതം. എന്ത്? ആത്മ എന്ന് വെച്ചാൽ മനസ്സിന്റെ ധൈര്യം, മനസ്സിന്റെ ഭാവം, അഹങ്കാരം, ഇതൊക്കെ തന്നെ. അപ്പോ കൃഷ്ണനാൽ വർദ്ധിക്കപ്പെട്ടതായിട്ടുള്ള മനസ്സോട് കൂടിയവർ, ധൈര്യത്തോടു കൂടിയവരും. അപ്പൊ കൃഷ്ണനാണ് അവരുടെ ധൈര്യം, പിൻബലം എല്ലാ കാര്യത്തിനും. അങ്ങനെയുള്ള യേശാം, അവരുടെ ഈ ഗോപന്മാരുടെ ശ്രീമതസ്തംഭം ധുനുത, അവരുടെ ശ്രീമതസ്തംഭം, ഐശ്വര്യം കൊണ്ടുള്ള, ധനമതം കൊണ്ടുള്ള അവരുടെ ഗർവത്തെ ധുനുത എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുവിൻ. വന്നിട്ട് നിങ്ങൾ യൂയം ധുനുത, ഹേ സാമർത്ഥക ഗണാഹ യൂയം ധുനുത, നിങ്ങൾ ചെന്ന് അതിനെ നശിപ്പിച്ചു കളയുവിൻ. പശൂൻ സംക്ഷയം നയത, അവരുടെ ധനം എന്താണ്? ഇവർക്ക് ധനം എന്ന് പറയുന്നത് പശുക്കളാണ്. ആ പശുക്കളെ നശിപ്പിച്ചു കളയൂ. സംക്ഷയം നയത, സംശയം, ആ പശുക്കളുടെ നാശം, അതിലേക്ക് നയിക്കൂ അവരെ. സംശയം എന്ന് പറഞ്ഞാൽ യമലോകമാണ്. അപ്പൊ പശുക്കളെ യമലോകത്തിലേക്ക് നയിക്കൂ. അപ്പോഴേ ഇവരുടെ ഐശ്വര്യം മുഴുവൻ പോയി ഇവരെ നശിക്കുള്ളൂ. ഇവരുടെ ഗർവമെല്ലാം പോകുള്ളൂ. ദാരിദ്ര്യം കൊണ്ട് വിഷമിക്കണം ഇവര്. അപ്പൊ ഇങ്ങനെ ആജ്ഞാപിക്കുകയാണ്. യേശാം ശ്രിയാവലിപ്താനാം കൃഷ്ണേന ആത്മായിതാത്മനാം ധുനുത ശ്രീമദസ്തംഭം പശൂൻ നയത സംശയം. അപ്പോ ഇവരുടെ ധനമായിരിക്കുന്ന പശുക്കളെ നശിപ്പിച്ചാലേ ഇവരുടെ ധനമതം ഇല്ലാതാക്കാൻ പറ്റുള്ളൂ. മറ്റ് നാശനഷ്ടങ്ങളും അവർക്കുണ്ടാക്കണം. അവർ ഇതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങളൊക്കെ നശിച്ചു പോകണം. പെരുവഴിയിൽ അവരൊന്നുമില്ലാതെ, അല്ലെ, പ്രളയബാധിതരായിട്ട് വല്ല അഭയ കേന്ദ്രങ്ങളിൽ അവരിങ്ങനെ അനാഥകളായി കഴിയണം. പലർക്കും മരണമൊക്കെ സംഭവിച്ച് അതിന്റെ വിഷമവുമൊക്കെ ആയിട്ട് കഴിയണം എന്ന് ഇന്ദ്രൻ കരുതുകയാണ്, ആജ്ഞാപിക്കുകയാണ്. ഇനി നിങ്ങളത് കഴിയുമ്പോഴേക്കും ഞാനിതൊക്കെ ഒന്ന് കാണാൻ വരുന്നുണ്ട്. ഇവരുടെ അഹങ്കാരം ശമിച്ചത് എനിക്കൊന്ന് കണ്ട് ആസ്വദിക്കണം. അവർ കരയുന്നത് കാണണം, അല്ലേ? അഹം ചൈരാവതം നാഗമാരുഹ്യാനുവ്രജേ വ്രജം മരുദ്ഗണൈർ മഹാവീര്യൈഹി നന്ദഗോഷ്ഠജിഗാംസയാം. അഹം ചൈരാവതം നാഗം ആരുഹ്യാനുവ്രജേ വ്രജം
മരുദ്ഗണൈർമഹാവീര്യൈഃ നന്ദഗോഷ്ഠജിഗാംസയാം. അഹം ച ഞാനും നിങ്ങളുടെ പുറകെ വരുന്നുണ്ട്. നിങ്ങൾ ആദ്യം പോയി എല്ലാം നശിപ്പിക്കൂ, ആ കാഴ്ച കാണാൻ ഞാൻ വരുന്നുണ്ട് എന്നാണ്. ഐരാവതം നാഗമാരുഹ്യ, ഐരാവതം എന്നുള്ള എൻ്റെ നാഗത്തിന്റെ മുകളിൽ, നാഗമെന്നാൽ ചലിക്കുന്നത്. എന്താ ചലിക്കുന്നത്? ഇവിടെ ആന. അകമെന്ന് സംശയിക്കും അല്ലേ, ചലിക്കാത്തതാണോ എന്ന്. നിൽക്കുന്ന കണ്ടാൽ ഒരു പാറയാണെന്ന് തോന്നും, പക്ഷെ അത് ചലിക്കുന്നതാണ് എന്ന് പറയുന്നതാണ് നാഗം. അപ്പൊ ഞാന് എൻ്റെ ഐരാവതം എന്ന ആനപ്പുറത്ത് കയറിയിട്ട് ആരുഹ്യ മഹാവീര്യൈ മരുദ്ഗണൈഹി, അതിവീര്യന്മാരായിട്ടുള്ള മരുദ്ഗണങ്ങൾ എന്നാൽ ദേവഗണങ്ങൾ എന്ന് തന്നെ അർത്ഥം. ആ ദേവഗണങ്ങളോടുകൂടെ നന്ദഗോഷ്ഠ ജിഗാംസയാ അഹം വ്രജം അനുവ്രജേ, ആ നന്ദന്റെ ഗോഷ്ഠം, നന്ദന്റെ ആ ഗോശാലകൾ അല്ലെങ്കിൽ പശുക്കൂട്ടങ്ങളെ എല്ലാം, വ്രജത്തെ നശിപ്പിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട്, ജിഗാംസ എന്ന ഹന്തുമിച്ച, അപ്പൊ എല്ലാറ്റിനെയും നശിപ്പിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അഹം വ്രജം അനുവ്രജേ, ഞാനും നിങ്ങളുടെ പുറകെ വ്രജത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോ കാറ്റിന്റെ ദേവതകളായ മരുദ്ഗണങ്ങളോടുകൂടെ ഞാൻ ആ ഗോകുലത്തെ മുഴുവൻ നശിപ്പിക്കാൻ നിങ്ങളുടെ പുറകെ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ മേഘത്തിന്റെ സാരഥി കാറ്റാണ്. അപ്പൊ കാറ്റുകൾ പുറകെ വരുന്നുണ്ട് തള്ളിക്കൊണ്ട് നിങ്ങളെ മുമ്പിലേക്ക് നയിക്കുന്നത് മരുത്തുക്കളാണ്, വായുവിന്റെ അധിഷ്ഠാന ദേവതകളാണ്. അപ്പൊ അവരുടെ കൂടെ ഞാനും പിന്നാലെയുണ്ട്. അപ്പൊ നിങ്ങൾ മുമ്പേ നടന്നോളൂ എന്ന് ഈ മേഘങ്ങളെ, എന്താ പറയുക, പ്രളയകാല മേഘങ്ങളെ പ്രേരിപ്പിക്കുകയാണ്. ഇന്ദ്രന്റെ ആജ്ഞ കൊടുക്കുകയാണ്. അങ്ങനെ 5 ശ്ലോകങ്ങളെ കൊണ്ട് ഇന്ദ്രന്റെ വാക്കുകൾ പറഞ്ഞു. ഇത് കേട്ട് ആ മേഘഗണങ്ങള് ഗോകുലത്തിലേക്ക് പോയി മഴ പെയ്യാൻ ആരംഭിക്കുന്നു. ശ്രീശുകവാച ഇത്തം ഭഗവതാജ്ഞപ്താ മേഘാ നിർമുക്തബന്ധനാഃ നന്ദഗോകുലമാസാരൈഃ പീഡയാമാസുരോജസാം. ശ്രീശുകവാച ഇത്തം ഭഗവതാജ്ഞപ്താഃ മേഘാ നിർമുക്തബന്ധനാഃ നന്ദഗോകുലമാസാരൈഃ പീഡയാമാസുരോജസാം. ശ്രീശുക ബ്രഹ്മർഷി തുടർന്നു. കാരണം 5 ശ്ലോകങ്ങള് ഇന്ദ്ര ഉവാചയായിരുന്നു. അത് പ്രത്യേകം ഇന്ദ്ര ഉവാച എന്ന് പറഞ്ഞില്ല, എങ്കിലും അത് ഇന്ദ്ര ഉവാചയായിരുന്നു. അപ്പൊ ഇനി ശ്രീശുക ഉവാച. മഗവതാ ഇത്തം ആജ്ഞപ്താഃ. മഗവത, മഗവാൻ എന്നുള്ളത് ഇന്ദ്രന്റെ പേരാണ്. മഗോനഹ, മഗവാൻ എന്നൊക്കെ പല പേരുകൾ. അപ്പൊ മഗവാനാൽ അഥവാ ഇന്ദ്രനാൽ ഇത്തം ആജ്ഞപ്താഃ, ഇങ്ങനെ ആജ്ഞാപിക്കപ്പെട്ടവരായിട്ടുള്ള മേഘാഹ നിർമുക്ത ബന്ധനാഹ, മേഘങ്ങൾ നിർമുക്ത ബന്ധനരായി എന്ന് വെച്ചാൽ ഇന്ദ്രന്റെ കസ്റ്റഡിയിൽ ബന്ധിക്കപ്പെട്ടവരായിട്ട്, ഇന്ദ്രന്റെ വാക്കുകൊണ്ട് ബന്ധിക്കപ്പെട്ടവരായിട്ട്, നിയന്ത്രിതരായിട്ട് നിൽക്കുകയായിരുന്നു. ഇപ്പൊ അവരെയൊക്കെ അഴിച്ചുവിട്ടു അല്ലെ. കംസൻ തന്റെ ഭൃത്യന്മാരെയൊക്കെ അഴിച്ചുവിട്ടതുപോലെ പ്രലംബൻ, ഭഗൻ, ചാണൂരൻ, പൂതന മുതലായവരെയൊക്കെ അഴിച്ചുവിട്ടില്ലേ. നിങ്ങൾ ദ്രോഹം ചെയ്യൂ, നാട്ടുകാർക്കൊക്കെ കുട്ടികളെയൊക്കെ കൊന്നിട്ട് വരൂ എന്ന് പറഞ്ഞില്ലേ. അതുപോലെ ഇവിടെയും അവരെ സ്വതന്ത്രരാക്കി. നിങ്ങൾ ഇഷ്ടം പോലെ പോയിട്ട് നിങ്ങളുടെ കഴിവൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ വ്രജത്തെ നശിപ്പിക്കണം, അതിന് മുഴുവൻ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ ലൈസൻസ് കൊടുത്തു എന്നർത്ഥം. അതാണ് നിർമുക്ത ബന്ധനാഹ, വാക്കുകൊണ്ട് തന്നെ അവരെ മോചിപ്പിച്ചു. ആ മേഘങ്ങള് ഓജസാ ആസാരൈഹി നന്ദഗോകുലം പീഡയാമാസുഹു. ഓജസ, അവരുടെ ശക്തി മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട്, ഓജസ് എന്ന് പറഞ്ഞാൽ ശക്തി, ശക്തിയോടുകൂടെ ആസാരൈഹി, ആസാരം എന്ന് പറഞ്ഞാൽ വൃഷ്ടി, മഴ പെയ്യൽ, ആ വൃഷ്ടി കൊണ്ട് നന്ദഗോകുലം പീഡയാമാസു, ആ നന്ദന്റെ ഗോകുലത്തെ പീഡിപ്പിച്ചു അവരെല്ലാവരും കൂടി, എല്ലാ മേഘഗണങ്ങളും കൂടി. അപ്പൊ എന്തായാലും അവർക്ക് ധൈര്യമായി പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തു. പുറകെ വരുന്നുണ്ട്, ധൈര്യത്തില് പൊക്കോളൂ എന്ന് പിന്നാലെ ആജ്ഞാപിച്ചിട്ടുണ്ട്. അപ്പൊ താൻ പിന്നാലെ വരുന്നുണ്ട് എന്നുള്ള ധൈര്യവും ഈ മേഘങ്ങൾക്കുണ്ടായി. അങ്ങനെ ഗോകുലത്തിൽ മഴ ആരംഭിച്ചു. വിദ്യോതമാനാ വിദ്യുദ്ഭിഃ സ്തനന്തഃ സ്തനയിത്നുഭിഃ തീവ്രൈർമരുദ്ഗണൈർമുന്നാഃ വവൃഷുർജലശർക്കരാഃ. വിദ്യോതമാനാ വിദ്യുദ്ഭിഃ സ്തനന്തഃ സ്തനയിത്നുഭിഃ
തീവ്രൈർമരുദ്ഗണൈർനുമ്നാഹ വവൃഷുർജലശർക്കരാഃ വിദ്യുദ്ഭിഹി വിദ്യോതമാനാഹ. വിദ്യുത്തുകൾ എന്നാൽ മിന്നലുകൾ. അപ്പോൾ മഴ ആരംഭിക്കുമ്പോൾ മേഘങ്ങളുടെ ശക്തി കൂടുന്തോറും മിന്നൽ കൂടും, മിന്നലും ഇടിയും ഉണ്ടാകും. അപ്പൊ അങ്ങനെ വിദ്യുദ്ഭിഹി വിദ്യോതമാനാഹ, മിന്നലുകളാൽ പ്രകാശിപ്പിക്കപ്പെടുന്നവരായിട്ട്. മേഘങ്ങളെ പ്രകാശിപ്പിക്കുന്നത് മിന്നലാണ്. എങ്ങനെ? സ്തനയിത്മുഭിഹി സ്തനന്തഃ. സ്തനിക്കുക എന്ന് പറഞ്ഞാൽ ശബ്ദിക്കുക എന്നാണ്. അപ്പൊ സ്തനന്തഃ ശബ്ദിക്കുന്നവരായിട്ട്. എങ്ങനെ? സ്തനയിത്മുഭിഹി. സ്തനയിത്മു എന്ന് പറഞ്ഞാൽ ഇടി. അപ്പൊ ഇടിശബ്ദം കൊണ്ട് ഗർജിക്കുന്നവരായിക്കൊണ്ടും തീവ്രൈഹി മരുദ്ഗണൈഹി നുന്നാഹ ജലശർക്കരാഹ വവൃഷുഃ. തീവ്രൈഹി മരുദ്ഗണൈഹി, ശക്തിയേറിയതായിട്ടുള്ള വായുഗണങ്ങളെ കൊണ്ട്, ദേവന്മാരുടെ ആ മരുദ്ഗണങ്ങൾ എന്ന ദേവന്മാരുടെ ആ ഒരു പ്രേരണ കൊണ്ട് വായു ശക്തമായി പ്രഹരിക്കുന്നു. അങ്ങനെ നുന്നാഹ, നുന്നാഹ എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിക്കപ്പെട്ടവരായിട്ട്. ജലശർക്കരാഹ, ജലശർക്കര എന്ന് പറഞ്ഞാൽ എന്താണ്? കൽമഴ. ജലം ശർക്കര പോലെ ആയിട്ടുള്ളത് അല്ലേ? അതിനാണ് ആലിപ്പഴം. വലിയ വലിയ ആലിപ്പഴങ്ങൾ, കൽമാരികൾ. അതിനെ വവൃഷുഹു, വർഷിച്ചു. എല്ലായിടത്തും ഭയങ്കര ശബ്ദത്തോട് കൂടിയിട്ട് ഇടിവെട്ടലും മിന്നലും ഒപ്പം കൽമാരി പെയ്യുന്നു. ആർക്കും തുറസായ സ്ഥലത്ത് നിൽക്കാൻ പറ്റില്ല അല്ലേ? ഈ കൽമാരി വന്ന് പതിക്കുമ്പോൾ കല്ലേറിനേക്കാൾ ഭയങ്കരമാണ്. എത്രയോ ഉയരത്തുനിന്ന് എത്രയോ വെലോസിറ്റിയോടുകൂടി വരുന്നതാണ് ഈ കൽമാരി. തലയൊക്കെ പൊട്ടും കൊണ്ടു കഴിഞ്ഞാൽ തീരെ ചെറുതാണെങ്കിൽ പോലും വളരെ വേദനിക്കും നമുക്ക്. അപ്പോൾ വലിയ വലിയ കൽമാരികളായിരിക്കാം വരുന്നത്. അത്രയും തീവ്രമായിട്ടുള്ള മഴ പെയ്യുന്നു, ആലിപ്പഴങ്ങൾ പെയ്യുന്നു. വിദ്യോതമാനാ വിദ്യുദ്ഭിഹി സ്തനന്തഃ സ്തനയിത്മുഭിഹി തീവ്രൈർമരുദ്ഗണൈർമുന്നാഹ വവൃഷുഃ ജലശർക്കരാഃ സ്ഥൂണാസ്ഥൂലാ വൃഷധാരാ മുഞ്ചത് സ്വഭ്രേഷു അഭീക്ഷ്ണശഃ ജലൗഘൈഃ പ്ലാവ്യമാനാ ഭൂഃ നാദൃശ്യത നതോന്നതം. സ്ഥൂണാസ്ഥൂലാ വർഷധാരാ മുഞ്ചത്സു അഭ്രേഷു അഭീക്ഷ്ണശഃ ജലൗഘൈഃ പ്ലാവ്യമാനാ ഭൂഃ നാദൃശ്യത നതോന്നതം. സ്ഥൂണാസ്ഥൂലാഹ, സ്ഥൂണങ്ങൾ പോലെ തടിച്ചത്. സ്ഥൂണം തൂണാണ്, അതുപോലെ സ്ഥൂലങ്ങൾ തടിച്ചത്. അപ്പൊ വലിയ വലിയ തൂണിന്റെ വണ്ണത്തിലാണ് ഈ വർഷം പെയ്യുന്നത്, മഴ പെയ്യുന്നത്. അതാണ് സ്ഥൂണാസ്ഥൂല വർഷധാരാഹ ജലധാര. തുമ്പിക്കൈ വണ്ണത്തില് എന്ന് നമ്മൾ പറയാറില്ലേ? ഈ തുമ്പിക്കൈക്ക് പകരം വലിയ തൂണുകളോടാണ് ഇവിടെ ഭൂമിച്ചത്. വർഷധാരകള് അഭ്രേഷു അഭീക്ഷ്ണശഃ മുഞ്ചത്സു. അഭ്രങ്ങൾ, മേഘങ്ങൾ. ആ മേഘങ്ങൾ പിന്നെയും പിന്നെയും അഭീക്ഷ്ണശഃ വീണ്ടും വീണ്ടും മുഞ്ചൽസു മോചിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വർഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ വലിയ തൂണിന്റെ വലുപ്പത്തിലുള്ള ജലധാര പെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ ജലൗഘൈഹി പ്ലാവ്യമാനാ ഭൂഃ. ജലൗഘൈഹി എന്ന് പറഞ്ഞാൽ ജലപ്രവാഹങ്ങളെ കൊണ്ട് പെട്ടെന്ന് ഭൂമിയിൽ ജലധാര നിറഞ്ഞു. എല്ലായിടത്തും വലിയ വലിയ നദികൾ കുത്തി ഒഴുകുന്നത് പോലെയായി. അങ്ങനെ ജലൗഘൈഹി പ്ലാവ്യമാന, മുഖപ്പെട്ടതായ ഭൂഹു ഭൂമി, നതോന്നതം നാദൃശ്യത. നതോന്നതം എന്ന് പറഞ്ഞാൽ ഉയർന്നിരിക്കുന്നതും താഴ്ന്നിരിക്കുന്നതുമായിട്ടുള്ള, നതം താഴ്ന്നത്, ഉന്നതം ഉയർന്നത്. അപ്പം നിമ്നോന്നതങ്ങളൊന്നും കാണാതെയായി. എവിടെയാണ് കുണ്ടുള്ളത്, എവിടെയാണ് കുഴിയുള്ളത്, നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. തടഞ്ഞു വീണാൽ കുഴിയിൽ, തടയാൻ കുന്നുകൾ അല്ലെ? കുണ്ടും കുഴിയുമായിട്ട് എല്ലായിടത്തും സർവത്ര വെള്ളം. അങ്ങനെ വെള്ളം കുത്തി ഒഴുകണം. ഇത്രയും ശക്തമായിട്ടുള്ള മഴ പെയ്തുകൊണ്ടേയിരിക്കണു. എവിടെ ഒന്നും കാണാൻ പറ്റാത്ത രീതിയിലായി. അത്യാസാരാതിവാതേന പശവോ ജാതവേപനാഃ ഗോപാ ഗോപ്യശ്ച സീതാർത്താഃ ഗോവിന്ദം ശരണം യയുഃ. അത്യാസാരാതിവാതേന പശവോ ജാതവേപനാഃ ഗോപാ ഗോപ്യശ്ച സീതാർത്താഃ ഗോവിന്ദം ശരണം യയുഃ. അത്യാസാര അതിവാതേന പശവഃ ഗോപാഃ ഗോപ്യഃ ച സീതാർത്താഃ ജാതവേപനാഃ ഗോവിന്ദം ശരണം യയുഃ. അപ്പോ അത്യാസാര അതിവാതേന, അത്യാസാരം കൊണ്ടുള്ള, അത്യാസാരം അതിഭയങ്കരമായ ആസാരം, വൃഷ്ടി, അതിവൃഷ്ടി, അതിവൃഷ്ടി കൊണ്ടും അതിവാതേന ഭയങ്കരമായ കാറ്റും. അപ്പൊ കാറ്റും മഴയും
കൊടുങ്കാറ്റുണ്ട്, വലിയ മഴ ജലധാരയുമുണ്ട്. ഇത് രണ്ടും കൊണ്ടും പശവഹ പശുക്കളും ഗോപാഹ ഗോപന്മാരും ഗോപ്യ ഗോപികമാരും എല്ലാവരും ആബാലവൃദ്ധം ജനങ്ങളും ശീതാർത്ഥാഹ തണുപ്പ് കൊണ്ട് പീഡിതരായി ആർത്തരായി ദുഃഖിക്കുന്നവരായി ജാതവേപനാഹ വേപനം എന്ന് പറഞ്ഞാൽ വിറയൽ, ജാതവേപനാഹ വിറയ്ക്കുന്നവരായിക്കൊണ്ട് തണുത്ത് വിറയ്ക്കുന്നവരായിക്കൊണ്ട് ഗോവിന്ദം ശരണം ജയുഹു യഥാർത്ഥ ഗോവിന്ദനെ ഈ വിശ്വത്തെ മുഴുവൻ രക്ഷിക്കുന്നവനാണ്. ഈ ഗോപവൃന്ദത്തെയും ഗോക്കളെയും എല്ലാം രക്ഷിക്കുന്നവനായ ഭൂമിയെ രക്ഷിക്കുന്നവനായ ഭഗവാനെ ശരണം പ്രാപിച്ചു. ഗോവിന്ദം ശരണം ജയു, ഗോവിന്ദനെ ശരണം പ്രാപിച്ചു. എല്ലാവരും ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്തേക്ക് ചെന്നു. എങ്ങനെയാണ് അവർ ചെന്നത് എന്ന് പറയണം. ശിരസ്സുതാംശ്ച കായേന പ്രച്ഛാദ്യാസാരപീഡിതാഃ വേപമാനാ ഭഗവതഃ പാദമൂലം ഉപായയുഃ. ശിരസ്സുതാംശ്ച കായേന പ്രച്ഛാദ്യാസാരപീഡിതാഃ വേപമാനാ ഭഗവതഃ പാദമൂലമുപായയുഃ. അപ്പൊ ഇവര് ആസാരപീഡിതാഹ ജലപ്രവാഹം കൊണ്ട് പീഡിതരാണ്. ജലധാരയുടെ പീഡ ഉണ്ട്, അതുകൊണ്ട് ദുഃഖിക്കുന്നവരും വേപമാനാഹ വിറയ്ക്കുന്നവരുമായിട്ട് കായേന ശിരഹ സുതാഞ്ച പ്രച്ഛാദ്യ, എങ്ങനെയെന്നറിയില്ല, കായേന ദേഹം കൊണ്ട് ശിരസിനെയും സുതാഞ്ച പ്രച്ഛാദ്യ കുട്ടികളെയും മറച്ചുകൊണ്ട്. കായം എന്ന് പറഞ്ഞപ്പോൾ അവിടെ കൈകൾ മാത്രമേ ഉള്ളൂ. കായത്തിന്റെ ഭാഗമായിട്ട് കൈകളെ കൊണ്ട് തല മൂടിയിട്ടും കുട്ടികളെ എങ്ങനെയെങ്കിലുമൊക്കെ ദേഹത്തോട് ചേർത്ത് പിടിച്ച് അവരുടെ കായം കൊണ്ട് മറയ്ക്കാം. സ്വന്തം തല മറയ്ക്കാൻ ദേഹം കൊണ്ട് സാധിക്കില്ലല്ലോ. അപ്പൊ കൈകളെ കൊണ്ട്, ഒരു കൈ കൊണ്ട് ശിരസ് മറച്ചും ഒരു കൈ കൊണ്ട് കുട്ടികളെ മാറോട് അടുക്കി പിടിച്ച് അവർക്ക് മഴ കൊള്ളാതിരിക്കാൻ ശരീരം കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ കവർ ചെയ്തുകൊണ്ടും അങ്ങനെ കായേന ശിരഹ സുതാഞ്ച പ്രച്ഛാദ്യ മക്കളെയും പ്രയാസപ്പെട്ട് മറച്ചിട്ട്. ഇനിയിപ്പോ പശുക്കൾക്ക് വേണമെങ്കിൽ സ്വന്തം കായം കൊണ്ട് അവരുടെ പശുക്കുട്ടികളെ അവരുടെ അടിയിലേക്ക് ആക്കി നടത്താം. പശുക്കുട്ടികളും അങ്ങനെയാണല്ലോ, അമ്മമാരുടെ കാലിന്റെ ഇടയിലേക്ക് പോയി മറയും. ഈ മഴയുടെ ശക്തി കൂടുന്തോറും അവർക്ക് താങ്ങാൻ പറ്റാതാവുമ്പോൾ പശുക്കുട്ടികൾ അമ്മമാരുടെ നടക്കിടയിലേക്ക് പോകും. അങ്ങനെ കായം കൊണ്ട് മറയ്ക്കാം. അപ്പൊ എങ്ങനെ കുട്ടികളെ രക്ഷിച്ചുകൊണ്ട് ഈ ഗോപന്മാരും ഗോപികമാരും പശുക്കളും പശുക്കുട്ടികളും ഒക്കെ ആയിക്കൊണ്ട് പ്രചാദ്യ ഭഗവതഃ പാദമൂലം ഉപായയുഹു, ആ ഭഗവാന്റെ പാദമൂലത്തെ, പാദത്തിന്റെ സമീപത്തെ ശരണം പ്രാപിച്ചു. അപ്പോ ഇനിയിപ്പോ ആകെ രക്ഷ ഈ ഭഗവാനെ ഉള്ളൂ എന്നുള്ളത് ആ പശുക്കൾക്ക് കൂടി മനസ്സിലായിരിക്കുന്നു, മനുഷ്യർക്കും മനസ്സിലായിരിക്കുന്നു. എല്ലാവരും ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചു. ഭഗവാനെ ശരണം പ്രാപിക്കുന്ന വാക്കുകളാണ് കൃഷ്ണ കൃഷ്ണ മഹാഭാഗ ത്വന്നാഥം ഗോകുലം പ്രഭോ ത്രാതുമർഹസി ദേവാന്നഹ കുപിതാത് ഭക്തവത്സലാം. കൃഷ്ണ കൃഷ്ണ മഹാഭാഗ ത്വന്നാദം ഗോകുലം പ്രഭോ ത്രാതുമർഹസി ദേവാന്നഹ കുപിതാത് ഭക്തവത്സലാം. ഭഗവാനെ ശരണം പ്രാപിക്കുന്ന വാക്കുകൾ കൃഷ്ണ കൃഷ്ണ. ഓരോ ഭാഗത്തു നിന്നും ആളുകൾ എല്ലാവരും കൂടി കൂട്ടമായിട്ട് പല പ്രാവശ്യം കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ചിട്ടുണ്ടാവും. അതിന്റെ ഉപലക്ഷണമായി 2 പ്രാവശ്യം വിളിച്ചു. അനേകര് ചേർന്ന് കൃഷ്ണ 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 എന്ന് എല്ലാവരും വിളിക്കുന്നുണ്ട്. അങ്ങനെ മഹാഭാഗ, പുണ്യാത്മാവായിരിക്കുന്നവനെ, ഭാഗ്യശാലിയായിരിക്കുന്നവനെ, ഭഗങ്ങളെല്ലാം തികഞ്ഞവനെ, നീ വേണം ഞങ്ങളെ രക്ഷിക്കാൻ പ്രഭോ. അങ്ങ് സർവശക്തനാണല്ലോ, സമർത്ഥനാണല്ലോ, സാമർഥ്യമുള്ളവനാണല്ലോ. ഭക്തവത്സല, ഭക്തന്മാരുടെ നേരെ കാരുണ്യം കാണിക്കുന്ന, വാത്സല്യം കാണിക്കുന്നതാണല്ലോ അങ്ങയുടെ സ്വഭാവം. അപ്പോ അങ്ങയുടെ ഭക്തന്മാരായ ഞങ്ങളുടെ നേരെ വാത്സല്യം കാണിക്കണേ. ആ പശുക്കുട്ടികളെ രക്ഷിക്കും പോലെ അങ്ങ് ഞങ്ങളെയും രക്ഷിക്കണേ ഭക്തവത്സല. ത്വന്നാദം ഗോകുലം നഹ കുപിതാത് ദേവാത് ത്രാതുമർഹസി. ത്വന്നാദം ഗോകുലം, അങ്ങാകുന്ന നാഥനോടുകൂടി അങ്ങാകുന്ന ആശ്രയമായിരിക്കുന്ന ഗോകുലത്തെ മുഴുവൻ നഹ ഞങ്ങളെയും, ഗോകുലത്തെയും പശുക്കളെയും ഞങ്ങളെയും നഹ കുപിതാത് ദേവാത് ആ കോപിച്ചിരിക്കുന്ന ദേവനിൽ നിന്ന്, ഇന്ദ്രനിൽ നിന്ന് ത്രാതുമർഹസി അങ്ങ് തന്നെ രക്ഷിക്കാൻ യോഗ്യനാകുന്നു. അങ്ങേക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഞങ്ങളെ രക്ഷിക്കാൻ അങ്ങ് ശക്തനാണ്, പ്രഭുവാണ്.
പ്രഭുവായതുകൊണ്ടാണ് അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്നത്. അങ്ങാണ് ഞങ്ങളുടെ ആശ്രയം, നാഥൻ. അങ്ങ് മഹാഭാഗനാണ്, മഹാശക്തനാണ്, മഹാജ്ഞാനിയാണ്, എന്താ പറയുക, ഭഗവാനാണ്, ഭഗങ്ങളെല്ലാം തികഞ്ഞവനാണ്. അപ്പോൾ ഗോപന്മാരും ഗോപികമാരും ചേർന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചതാണ് കൃഷ്ണ കൃഷ്ണ മഹാഭാഗ ത്വന്നാദം ഗോകുലം പ്രഭോ ത്രാതുമർഹസി ദേവാന്നഃ കുപിതാൻ ഭക്തവത്സല. വലിയ പേമാരിയൊക്കെ വരുമ്പോൾ, പ്രളയമൊക്കെ വരണമെന്ന് തോന്നിയാൽ ആർക്കും പ്രാർത്ഥിക്കാവുന്ന പ്രാർത്ഥനകളാണ്. ഭഗവാനോട് പ്രാർത്ഥിക്കാം. ശിലാവർഷ നിപാതേന ഹന്യമാനം അചേതനം നിരീക്ഷ്യ ഭഗവാൻ മേനേ കുപിതേന്ദ്രകൃതം ഹരി. ശിലാവർഷ നിപാതേന ഹന്യമാനം അചേതനം നിരീക്ഷ്യ ഭഗവാൻ മേനേ കുപിതേന്ദ്രകൃതം ഹരി. ഇവരുടെ പ്രാർത്ഥന കേട്ട ഭഗവാൻ മേനെ മനിച്ചു, കരുതി, നിശ്ചയിച്ചു എന്നൊക്കെ അർത്ഥം. എന്താ? ആ ഭഗവാനായ ഹരി, ഐശ്വര്യ പരിപൂർണനായ ഭഗവാൻ, എല്ലാവരുടെ ദുഃഖങ്ങളെയും ഹരിക്കുന്ന കൃഷ്ണൻ ശിലാവർഷ നിപാതേന ഹന്യമാനം അചേതനം നിരീക്ഷ്യ. ശിലാവർഷ നിപാതം എന്ന് പറഞ്ഞാൽ കൽമാരി, അവിടെ നിപാതം തന്നെയാണ്. അത് വലിയ വലിയ ആലിപ്പഴങ്ങൾ പെയ്ത് ഹന്യമാനം, ഹനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പ്രഹരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരായ അചേതനം നിരീക്ഷ. അചേതനം എന്ന് പറഞ്ഞാൽ ഇവരുടെ ശക്തിയെല്ലാം ക്ഷയിച്ചു, അവർ ജഡങ്ങളെ പോലെയായി എന്നർത്ഥം. പാവങ്ങള്, ഗോകുലത്തിലുള്ള എല്ലാവരും തന്നെ അവരുടെ ചേതനയെല്ലാം അറ്റവരായി ജഡപ്രാണന്മാരായി തീർന്നു എന്നർത്ഥം. ജഡപ്രായന്മാരായി തീർന്നതാണ് അചേതനം. അങ്ങനെയുള്ളവരെ നിരീക്ഷ്യ കുപിതേന്ദ്രകൃതം മേനേ, കുപിതനായ ഇന്ദ്രനാൽ ചെയ്യപ്പെട്ടതാണിത് എന്ന് ഭഗവാൻ നിശ്ചയിച്ചു. കള്ളൻ അവന്റെ സ്വഭാവം പ്രകടിപ്പിച്ചു, ആ ദുഷ്ടൻ അവന്റെ സ്വഭാവം പ്രകടിപ്പിച്ചു, ശരിയാക്കുന്നുണ്ട് എന്ന് ഭഗവാൻ മനസ്സിൽ കരുതി എന്നർത്ഥം. അപ്പൊ ഭഗവാൻ എല്ലാം അറിഞ്ഞിട്ടുണ്ട്. ഇന്ദ്രൻ ഇങ്ങനെ ഉപദ്രവിക്കുന്നുള്ളത് ഭഗവാൻ അറിയാം. ഇപ്പൊ അത് നിശ്ചയിച്ചു എന്ന് താല്പര്യം. അഭർത്തു അത്യുൽബണം വർഷം അതിവാതം ശിലാമയം സ്വയാഗേ നിഹതേ സ്മാഭിഃ ഇന്ദ്രോ നാശായ വർഷതി. അപർത്തു അത്യുൽബണം വർഷം അതിവാതം ശിലാമയം സ്വയാഗേ നിഹതേ അസ്മാഭിഃ ഇന്ദ്രോ നാശായ വർഷതി. എന്താ കാരണം? അതൊക്കെ ഭഗവാൻ കൂട്ടിയോജിപ്പിച്ചു. എന്താ ന്യായം? അസ്മാഭിഃ സ്വയാഗേ നിഹതേ ഇന്ദ്രഃ നാശായ അപർത്തു അത്യുൽബണം അതിവാദം ശിലാമയം വർഷം വർഷതി. അസ്മാഭിഃ സ്വയാഗേ നിഹതേ. അസ്മാഭിഃ നമ്മളാൽ, ഗോപന്മാരാൽ, ഭഗവാനാലും, സ്വയാഗേ നിഹതേ ഇന്ദ്രസ്യ യാഗം നിഹതമായപ്പോൾ, നിഹനിക്കപ്പെട്ടപ്പോൾ, ഇന്ദ്രൻ കോപിച്ചിട്ട് നാശായ നമ്മളെ നശിപ്പിക്കാനായിക്കൊണ്ട് അപർത്തു അത്യുൽബണം അതിവാദം ശിലാമയം വർഷം വർഷതി. വർഷത്തെ വിശേഷിപ്പിച്ച പദങ്ങളാണ് അപർത്തു, അത്യുൽബണം, അതിവാദം, ശിലാമയം. വർഷം, ആ വർഷത്തിന്റെ 4 അഡ്ജക്റ്റീവ്സ്, 4 വിശേഷണങ്ങളാണ് അപർത്തു. ഇപ്പോഴത്തെ മഴ ഏത് മഴയാണ്? ഋതു കാലത്തുള്ള മഴയല്ല. ഋതു എന്ന് പറഞ്ഞാൽ വർഷ ഋതുവിൽ പെയ്യുന്നത് ഋതുവർഷം, വർഷ ഋതുവിൽ പെയ്യുന്നത്. ഇവിടെ അപർത്തു. അപർത്തു എന്ന് പറഞ്ഞാലോ ഋതുവല്ലാത്ത കാലം. ഋതുവെല്ലാം കടന്നു പോയി കഴിഞ്ഞിരിക്കണം. അതിനുശേഷമുള്ളതായിട്ടുള്ള ഋതുവല്ലാത്ത, വർഷ ഋതു അല്ലാത്ത കാലത്ത് പെയ്യുന്നതും അപർത്തു. അത്യുൽബണം അതിഭയങ്കരമായത്, അതികഠിനമായിട്ടുള്ളത്. അതിവാതം വലിയ കാറ്റോടുകൂടിയത്. ശിലാമയം കല്ലുകൾ കൊണ്ട് നിറഞ്ഞത്. വലിയ വലിയ ആലിപ്പഴങ്ങള് വലിയ കൽമാരിയായിട്ട് പെയ്യുന്നതുമായിട്ടുള്ള വർഷം വർഷതി. ഇതുപോലെയുള്ള വർഷം പെയ്യിക്കുന്നത് ഇന്ദ്രനാണ്. ആ ഇന്ദ്രന്റെ കോപം കൊണ്ടാണ്, തന്റെ യാഗം മുടങ്ങിയതിനുള്ള ദേഷ്യമാണ്, ക്രോധമാണത് എന്ന് ഭഗവാൻ മനസ്സിലാക്കി. തത്ര പ്രതിവിധിം സമ്യക് ആത്മയോഗേന സാധയേ ലോകേശമാനിനാം മൗഢ്യാത് ഹരിഷ്യേ ശ്രീമദം തമഃ. തത്ര പ്രതിവിധിം സമ്യക് ആത്മയോഗേന സാധയേ ലോകേശമാനിനാം മൗഢ്യാത് ഹരിഷ്യേ ശ്രീമദം തമഃ. ഭഗവാൻ ഉള്ളിൽ നിശ്ചയിക്കുകയാണ്. എന്താണ്? തത്ര, ഈ വിഷയത്തില്, പ്രതിവിധിം
ഒരു പ്രതിക്രിയ വേണ്ട പോലെ ഞാൻ പ്രതിക്രിയ ചെയ്യുന്നുണ്ട്. എങ്ങനെ? ആത്മയോഗേന സാധയേ, എന്റെ യോഗ സാമർഥ്യം കൊണ്ട്. യോഗേശ്വരനാണ് ഞാൻ, അല്ലേ? അപ്പൊ യോഗേശ്വരനായ ഭഗവാൻ തന്റെ സാമർഥ്യം കൊണ്ട്, തന്റെ യോഗസിദ്ധി കൊണ്ട് അണിമ, മഹിമ, ഗരിമ, ലഘിമ, ഈശിത്വം, വശിത്വം, പ്രാപ്തി, പ്രാകാശ്യം മുതലായ എല്ലാ സിദ്ധികളുടെയും നാഥനാണ്. അപ്പൊ ഏത് സിദ്ധി വേണമെങ്കിലും ഇവിടെ എടുത്ത് പ്രയോഗിക്കാം ഭഗവാൻ. അങ്ങനെയുള്ള തന്റെ യോഗം കൊണ്ട് സാധയേ, ഞാൻ സാധിക്കും. മൗഢ്യാത് ലോകമാനിനാം ശ്രീമതം തമഃ സമ്യക് ഹരിഷ്യേ. മൗഢ്യം ഹേതുവായിട്ട്, അവന്റെ മൂഢത കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട്, അഹങ്കാരം കൊണ്ട്, ആ ലോകേശമാനിന, ലോകേശനാണ്, ലോകാധിപതിയാണെന്ന് മാനിക്കുന്നവരായ ദേവന്മാരുടെ ശ്രീമതം തമഃ, ഐശ്വര്യമതം കൊണ്ട് ഉണ്ടായിരിക്കുന്ന തമസ് അഥവാ അഹങ്കാരത്തെ സമ്യക് ഹരിഷ്യേ, നല്ലപോലെ നശിപ്പിക്കുന്നുണ്ട് ഞാൻ. ഇനി മേലിൽ ഒരു അഹങ്കാരം കാണിക്കാൻ പാടില്ല. ആ രീതിയിൽ ഈ ഇന്ദ്രന്റെ അഹങ്കാരത്തെ ഞാൻ ഹനിക്കുന്നുണ്ട് എന്ന് ഭഗവാൻ പ്രതിജ്ഞ ചെയ്യണം, ഉള്ളിൽ സങ്കല്പിക്കുകയാണ് എന്നർത്ഥം. അപ്പൊ ഇന്ദ്രന്റെ ശ്രീമതം തന്നെ, അഹങ്കാരം തന്നെ ശമിപ്പിച്ചാലോ ബാക്കിയുള്ള ദേവന്മാരൊക്കെ പേടിച്ച് മര്യാദക്കാരായിക്കോളും. അവരെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടി വരില്ല. അതിന്റെ തെളിവാണ് ഈ ഇന്ദ്രൻ വന്ന് ഗോവിന്ദാഭിഷേകം ചെയ്ത് കഴിഞ്ഞതിന്റെ അടുത്ത ലീലയായിട്ട് വർണ്ണിക്കുന്നത് ഭഗവാന്റെ അച്ഛൻ വരുണലോകത്തിലേക്ക് അപഹരിക്കപ്പെട്ടു പോയിട്ട് ഭഗവാൻ കൊണ്ടുപോയി വീണ്ടെടുത്ത് വരുന്ന കഥ. വരുണലോകത്തിൽ ചെന്ന ഭഗവാനെ കണ്ട വരുണൻ പേടിച്ച് വിറച്ച് ക്ഷമാപണം ചെയ്ത് സമ്മാനങ്ങളുമായി അച്ഛനെ തിരിച്ചു കൊടുക്കുന്ന രംഗം കാണും. അപ്പോ ആ ഇന്ദ്രൻ ചെയ്തതുപോലെയുള്ള അപരാധം ചെയ്യാൻ വരുണൻ തയ്യാറാവുന്നില്ല. ഇത് കഴിഞ്ഞ ഉടനെ അത് പറയുന്നത് ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ളവരൊക്കെ മര്യാദക്കാരായി തലക്കിട്ടൊന്ന് കൊടുത്തപ്പോ ബാക്കിയുള്ളവരൊക്കെ ശരിയായി ഈ വർത്തം. അപ്പൊ ഇന്ദ്രനിട്ട് കൊടുക്കാനായിട്ട് ഭഗവാൻ തീരുമാനിച്ചു. നഹി സദ്ഭാവയുക്താനാം സുരാണാം ഈശവിസ്മയഃ മത്തോ അസദാം മാനഭംഗഃ പ്രശമായോപകൽപതേ. നഹി സദ്ഭാവയുക്താനാം സുരാണാം ഈശവിസ്മയഃ മത്തോ അസദാം മാനഭംഗഃ പ്രശമായോപകൽപതേ. സദ്ഭാവയുക്താനാം സുരാണാം ഈശവിസ്മയഃ നഹി. ഭഗവാൻ ചിന്തിക്കുകയാണ്, സദ്ഭാവയുക്താനാം സുരാണം, സദ്ഭാവം ഉള്ളവരായിട്ടുള്ള ദേവന്മാർക്ക് ഈശവിസ്മയം, ഞാനാണ് ഈശ്വരൻ എന്നുള്ള അഹങ്കാരം, അതാണ് ഈശവിസ്മയം. നഹി, ഭവിക്കുകയില്ല. ഇപ്പൊ മര്യാദക്കാരായിട്ടുള്ള ദേവന്മാരാണെങ്കിൽ അവരാരും സ്വയം ഞാനാണ് ഈശ്വരൻ എന്ന് അഭിമാനിക്കുകയില്ല. ഇവിടെ മത്തഃ അസദാം മാനഭംഗഃ പ്രശമായോപകൽപത. ഇവിടെ മത്തഃ എന്ന് പറഞ്ഞാൽ എന്നിൽ നിന്നുള്ളതായിട്ടുള്ള അസത്തുക്കൾക്കുള്ള മാനഭംഗം. ഇതുപോലെയുള്ള ഇന്ദ്രനെ പോലുള്ള അസത്തുക്കൾക്ക് മാനഭംഗം ഉണ്ടാകുമ്പോൾ, മാനഹാനി ഉണ്ടാകുമ്പോൾ അത് പ്രശമായ ഉപകൽപതേ, അവരുടെ അഹങ്കാര ശമനത്തിന് മതിയായി വരും. അപ്പൊ ഇങ്ങനെയുള്ളവരെയൊക്കെ മര്യാദ പഠിപ്പിക്കാനാണ് ഭഗവാന്റെ ഈ ഒരു ലീല, മാനഭംഗം ചെയ്യുന്ന ലീല. ഇന്ദ്രനെ മാനഭംഗപ്പെടുത്തുകയാണ്. ഇതിനാ ഇന്ദ്രന്റെ അഹങ്കാരം ശമിക്കാനായിക്കൊണ്ട്. നഹി സദ്ഭാവയുക്താനാം സുരാണാമീശ വിസ്മയഃ മത്തോ അസദാം മാനഭംഗഃ പ്രശമായോപകൽപതേ. തസ്മാൻ മച്ഛരണം ഗോഷ്ഠം മന്നാദം മത്പരിഗ്രഹം ഗോപായേ സ്വാത്മയോഗേന സോയം മേ വ്രത ആഹിതഃ. തസ്മാൻ മച്ഛരണം ഗോഷ്ഠം മന്നാദം മത്പരിഗ്രഹം ഗോപായേ സ്വാത്മയോഗേന സോയം മേ വ്രത ആഹിതഃ. തസ്മാത്, അതുകൊണ്ട് ഇവനെ പാഠം പഠിപ്പിച്ച് അവന്റെ അഹങ്കാരത്തെ ശമിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മച്ഛരണം മന്നാദം മത്പരിഗ്രഹം ഗോഷ്ഠം. മച്ഛരണം, എന്നെ തന്നെ ശരണം പ്രാപിച്ചിരിക്കുന്നവര്, ഞാനാകുന്ന ശരണത്തോടുകൂടിയവരും, മന്നാദം, ഞാനാകുന്ന ആശ്രയം നാഥനോടുകൂടിയവരും, രക്ഷയോടുകൂടിയവരും, മത് പരിഗ്രഹം, എന്നാൽ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നവരുമായിരിക്കുന്ന ഗോഷ്ഠം, ഈ ഗോകുലത്തെ സ്വാത്മയോഗേന ഗോപായേ, എന്റെ യോഗശക്തി കൊണ്ട് അഹം ഗോപായേ, ഞാൻ ഗോപനം ചെയ്യും.
ഐ വിൽ പ്രൊട്ടക്ട് ദം എന്ന് സ്വയം ചിന്തിക്കണം. ഗോപായേ എന്ന് പറഞ്ഞാൽ, ഗോപായേ എന്ന് പറഞ്ഞാൽ ഞാൻ ഗോപനം ചെയ്യും എന്നാണ്. അഹം ഗോപായേ എന്നർത്ഥം. സഹ അയം വ്രതഃ മേ ആഹിതഃ, ഈ വ്രതം എന്നിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ്. എൻ്റെ ഈ അവതാര ദൗത്യം തന്നെ ഇതിനു വേണ്ടിയിട്ടാണ്, ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനും സജ്ജനങ്ങളെ രക്ഷിക്കാനും. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അപ്പൊ ഇതെന്റെ വ്രതമാണ്, അഭയം നൽകുക എന്നുള്ളത്. ആർക്ക്? സജ്ജനങ്ങൾക്ക്. ദുഷ്ടന്മാർക്ക് ഭയം നൽകുക എന്നുള്ളതും അതാണ്. സോയം മേ വ്രത ആഹിതഃ, ഇതെന്റെ വ്രതമാകുന്നുവല്ലോ. കാളിയന്റെ പത്നിമാരും അതുതന്നെ ഭഗവാനെ പറഞ്ഞ് സ്തുതിച്ചത്. ഭഗവാന്റെ അവതാരം ദുഷ്ട നിഗ്രഹത്തിനായിട്ടാണ്, അതുകൊണ്ട് അങ്ങ് ചെയ്തതിൽ ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞാണ് നാഗപത്നിമാര് സ്തുതിക്കാൻ ആരംഭിച്ചത്. ഭഗവാന്റെ അവതാര ദൗത്യം തന്നെ ഈ ഇന്ദ്രനെ പോലെ അഹങ്കാരികളുടെ അഹങ്കാരത്തെ ശമിപ്പിക്കാനും, മേലിൽ അവരിതുപോലെ ഗർവം കാണിക്കാതിരിക്കാനും, ബോസിനെ ഓർമ്മിക്കാനും, അല്ലേ? ഇവരുടെ മുകളിലൊരാൾ ചോദിക്കാനും പറയാനും ഒക്കെ ഉണ്ട്. ഇവർക്ക് തോന്നിയ വാസം കാണിക്കാൻ പറ്റില്ല എന്ന് ഓർമ്മിപ്പിക്കാൻ. തസ്മാൻ മച്ചരണം ഗോഷ്ഠം മന്നാദം മത്പരിഗ്രഹം ഗോപായേ സ്വാത്മയോഗേന സ്വയം മേ വ്രത ആഹിതഃ. അടുത്ത ശ്ലോകം നാളെ രാവിലെ. ഇവിടെ നിൽക്കട്ടെ, അല്ലേ? നമുക്ക് നാളെ രാവിലെ കാണാം. ഗോവർദ്ധനോദ്ധാരണം അടുത്ത ശ്ലോകത്തിലാണ്. ഗോവർദ്ധനോദ്ധാരണം. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം നാരായണ. നാളെ രാവിലെ 11 മണിക്ക് ക്ലാസ് തുടരും. ഹരി ഓം ഹരി ഓം. നാളെ വൈകുന്നേരം ഇല്ല, വൈകുന്നേരം മറ്റേ ഓൺലൈൻ സൗന്ദര്യലഹരിയുടെ ക്ലാസ്. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. നാരായണ.